ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും വരുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ നാമത്തിൽ ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ശ്രോതാക്കളായ നിങ്ങളെവരെയും വീണ്ടും സ്വാഗതം ചെയ്യുന്നതിൽ സന്തോഷമുണ്ട്. വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന ഈ ഹെഡിങ്ങിൽ 36ാമത്തെ റിലേഷനുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലായിരിക്കുന്നത്. ക്രൈസ്റ്റ് ആസ് അവർ ജസ്റ്റിഫിക്കേഷൻ. ഇത് വളരെ ആഴമുള്ളതും വിശ്വാസി എന്നോ അല്ലെങ്കിൽ ക്രിസ്തീയ നാമത്തിൽ വിശ്വാസമുള്ളവരായ ഏതൊരു വ്യക്തിയും തങ്ങളുടെ രക്ഷയുടെ പൂർത്തീകരണത്തിന് വേണ്ടി ഇത് ആഴത്തിൽ കേട്ട് മനസ്സിലാക്കുകയും തങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികത്തിലും കൊണ്ടുവരണം എന്ന് ഞാൻ വളരെ താഴ്മയോടും വളരെ കാര്യക്ഷമതയോടും കൂടെ ഈ ശബ്ദം കേൾക്കുന്ന ഏതൊരു വ്യക്തിയോടും വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്. ഇന്ന് ക്രിസ്തീയ ഗോളത്തിൽ, പ്രത്യേകിച്ചും പെന്തിക്കോസ്ത് ഗോളത്തിൽ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ടു ആത്മനിർവ്വ പ്രാപിച്ചു എന്നൊരു പഴഞ്ചൊല്ലായി തീർന്നിരിക്കുകയാണ്. ഇത് സൈത്താൻ്റെ വലിയൊരു തന്ത്രമാണ്. ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് ഒരു സോളിൻ്റെ രക്ഷ പൂർത്തീകരിക്കുന്നത് എന്ന അടിസ്ഥാന ഘടകങ്ങളിൽ നിന്ന് പോലും മാറ്റിമറച്ചുകൊണ്ട് ക്രിസ്തുവിനെ ചരിത്രപരമായിട്ട് വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച് ചരിത്രപരമായ ചില കാര്യങ്ങൾ വിശ്വസിക്കുന്ന, തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒരു രീതിയിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. ഇത് വല്ലാത്ത വഞ്ചനയാണ്. അതുകൊണ്ട് എന്താണ് ഈ ജസ്റ്റിഫിക്കേഷൻ എന്ന് ആദ്യമേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. എന്താണ് ജസ്റ്റിഫിക്കേഷൻ? എങ്ങനെയാണ് സാൽവേഷൻ നടക്കുന്നത്? ഇതിലേക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ ഞാൻ ആരംഭത്തിൽ ഇവിടെ കുറച്ച് പുസ്തകങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഈ പുസ്തകങ്ങളിലേക്ക് ഞാൻ മിക്കവാറും പറയാറുണ്ട്. ഇതിൻ്റെയൊക്കെ PDF കോപ്പികൾ നിങ്ങൾക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അഥവാ ആർക്കെങ്കിലും സോഫ്റ്റ് കോപ്പി വായിക്കാൻ ബുദ്ധിമുട്ടാണ്, ഹാർഡ് കോപ്പി വേണമെങ്കിൽ ഫ്രീ ആയിട്ട് അയച്ചു തരുന്നതാണ്. അതേപോലെ തന്നെ സാൽവേഷൻ എങ്ങനെയാണ് അക്കംപ്ലിഷ് ചെയ്യുന്നതിനെ കുറിച്ച് ദ ഗ്രേറ്റ് സാൽവേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് ഏകദേശം 12 എപ്പിസോഡുകൾ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക്, ബ്രൈഡ് ഓഫ് ക്രൈസ്റ്റ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് കാണാം. അത്രയും ഡീപ്പായിട്ട് തന്നെ ഒരു സ്റ്റഡീസ് ഉണ്ട് അതിനകത്ത്. ഒരുവിധം സാധാരണ അത്രയും ഡീപ്പിലേക്ക് പോയാൽ മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അത്രയും ഹാർഡല്ല, എന്നാൽ കേട്ട് മനസ്സിലാക്കാൻ വിധത്തിലാണ്. കാരണം ഇത് വളരെ തന്ത്രപൂർവ്വം തന്നെ എങ്ങനെയാണ് സുവിശേഷം പ്രവർത്തിക്കുന്നത്, എങ്ങനെയാണ് ഒരു സോള് ഫൈനൽ സാൽവേഷൻ അറ്റൈൻ ചെയ്യുന്നതിനെ കുറിച്ച് ഉള്ള സത്യങ്ങളെല്ലാം മറച്ചു വെച്ചുകൊണ്ട് വളരെ വ്യാജമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ എന്താണ് ജസ്റ്റിഫിക്കേഷൻ? ആദ്യം എന്താണ് ജസ്റ്റിഫിക്കേഷൻ എന്ന് ശരിക്കും മനസ്സിലാക്കണം. ഇതൊരു ഗവൺമെൻറ് റിലേഷനാണ്. ഡിവൈൻ ഗവൺമെൻറ്റിൻ്റെ, അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഗവൺമെൻറ്റിന് തന്നെ ഒരാളെ ജസ്റ്റ് എന്ന് പറയണമെങ്കിൽ അവൻ്റെ മേലൊരു കുറ്റം ആരോപിച്ച് ഒരു കോടതിയുടെ മുമ്പിൽ വരികയാണെങ്കിൽ അവനെ വിസ്തരിക്കുമ്പോൾ അവൻ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് ആ കോർട്ടിന് മനസ്സിലാകുമ്പോൾ അവനെക്കുറിച്ച് പറയും, ഇവൻ ജസ്റ്റാണ്, ഇവൻ നീതിമാനാണ്, ഇവൻ തെറ്റ് ചെയ്തിട്ടില്ല. പാപം കുറ്റം ക്ഷമിച്ച് കിട്ടിയവനെ അല്ല ജസ്റ്റ് എന്ന് വിളിക്കുന്നത്. അത് ആര് വിളിക്കേണ്ടതാണ്? ദൈവിക ഭരണകൂടത്തിൻ്റെ മുമ്പിലാണ് നാം നിൽക്കുന്നത്. ദൈവരാജ്യത്തിലേക്കാണ് നാം എൻ്റർ ചെയ്യുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ, ദൈവരാജ്യത്തിൻ്റെ നിലനിൽപ്പ് എങ്ങനെയാണ് എന്ന് ഈ കാലങ്ങളിൽ പ്രസംഗങ്ങൾ വളരെ കുറഞ്ഞിരിക്കുന്നത് കൊണ്ട് പല അത്ഭുതങ്ങളും അടയാളങ്ങളും വളരെ ചീപ്പായിരിക്കുന്ന സുവിശേഷങ്ങൾ പ്രസംഗിച്ചുകൊണ്ട് മറ്റൊരു യേശുവിനെയും മനുഷ്യൻ്റെ ശാരീരികമായിട്ടുള്ള ഗുണങ്ങൾക്ക് വേണ്ടി, അല്ലെങ്കിൽ ക്രിസ്തുവിനെ ഒരു സോഷ്യൽ വെൽഫെയർ സെൻ്ററായിട്ട് പ്രസംഗിച്ച് അത് കേട്ട് മനുഷ്യന് കർണരസമായതും തങ്ങളുടെ സോളിലെ മോഹങ്ങൾക്ക് ഇച്ഛാനിവൃത്തി വരുത്തിക്കൊണ്ടുള്ള പ്രസംഗങ്ങൾ കേട്ട് സത്യം മറിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് കർത്താവ് തൻ്റെ അഭിഷേകത്തെ വിളിച്ചുകൊണ്ട് കാഹളം പോലെ ശബ്ദമുയർത്തി യെശയ്യാവ് പറയുന്ന പോലെ ഇസ്രായേൽ ജനത്തിന് അവരുടെ ലംഘനങ്ങളെയും പാപങ്ങളെയും അറിയിക്കുക. ഇത് വല്ലാത്ത വഞ്ചന നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ ഡിവൈൻ ഗവൺമെൻറ് ഒരു വ്യക്തിയെ ജസ്റ്റ് എന്ന് വിളിക്കണമെങ്കിൽ അവന് പാപം ക്ഷമിച്ച് കിട്ടിയതായിട്ടല്ല, അവൻ ഒരു കാലത്തും പാപം ചെയ്യാത്തവനായിരിക്കണം. അങ്ങനെ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിത്വമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തു മാത്രമേയുള്ളൂ. ശരിക്കും മനസ്സിലാക്കണം, യേശു ക്രിസ്തു മാത്രമേയുള്ളൂ. സ്തോത്രം. അപ്പോൾ ജസ്റ്റിഫിക്കേഷൻ എന്ന ഒരു പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡിവൈൻ ഗവൺമെൻറ്
ദൈവം ഒരു വ്യക്തിയെ, ഒരു മനുഷ്യനെ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ അവൻ ഒരു കാലത്തും തെറ്റ് ചെയ്യാത്തവനെന്ന് പ്രഖ്യാപിക്കണം. മലയാളത്തിൽ പറഞ്ഞ പ്രഖ്യാപിക്കണം. ഇത് മനുഷ്യരായ നമുക്ക് ഒരാൾക്ക് പോലും സാധ്യമല്ല. അപ്പോൾ സ്വർഗത്തിൽ വസിക്കുന്നവർ പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ് ആയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മനുഷ്യരായി നമുക്ക് ഒരു പക്ഷേ നിങ്ങൾ ഇങ്ങനത്തെ പ്രസംഗങ്ങളോ അല്ലെങ്കിൽ ഇങ്ങനത്തെ ക്ലാസ്സുകളോ കേട്ടിട്ടില്ലായിരിക്കാം. അപ്പോൾ നിങ്ങൾക്കിതെല്ലാം വളരെ ബോഷത്തരമായിട്ട് തോന്നും. ഇതെന്തോ ഈ പറയുന്നത്? നിങ്ങൾ 100 കണക്കിന് വാക്യങ്ങൾ പാപക്ഷമയെക്കുറിച്ചുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞതും അപ്പോസ്തലന്മാർ പറഞ്ഞതും സങ്കീർത്തനങ്ങളിലും പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നു ഒക്കെയായിട്ട് നിങ്ങൾ കൊണ്ടുവരാം. പക്ഷെ അത് എങ്ങനെയാണ് നടത്തിയെടുക്കുന്നത്? ഡിവൈൻ ഗവൺമെൻറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ ഹ്യൂമൻ ഗവൺമെൻറ്റിൽ തന്നെ ലോയ്ക്ക് ഒരു സ്ഥിരത വേണമെങ്കിൽ, ഞാൻ പറയാറുണ്ട്, ലോയുടെ ആ ക്വാളിറ്റി എല്ലാം എങ്ങനെയാണെന്ന് മിക്കവാറും ക്ലാസ്സുകളിലൊക്കെ എന്നെ എടുത്തെടുത്ത് പറയാറുള്ളതാണ്. ജസ്റ്റിസ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് ലോയെ അനുസരിക്കുന്നവന് മറ്റുള്ളവർക്ക് മുമ്പിൽ തന്നെ അവന് റിവാർഡ് കൊടുക്കുകയും തെറ്റ് ചെയ്തവനെ മറ്റുള്ളവരുടെ മുമ്പിൽ അവർക്കും കൂടെ ഒരു പഠന വിഷയമാകത്തക്ക വേണം യോഗ്യമായ രീതിയിൽ ശിക്ഷ കൊടുക്കുകയും, അതേപോലെ തന്നെ ആ ഗവൺമെൻറ്റിനകത്ത് പ്രജകൾക്കുള്ളിൽ അവർക്ക് ഒരു പബ്ലിക് ജസ്റ്റിസും ഉണ്ട്. ഇത് തെറ്റ് ചെയ്തവനെ ശിക്ഷിക്കണമെന്ന് പബ്ലിക് ജസ്റ്റിസും ഉണ്ട്. ആ പബ്ലിക്കിൻ്റെ ഡിമാൻഡ് എപ്പോഴും ഉയർന്നുകൊണ്ടേയിരിക്കും. ഇതുകൊണ്ടൊക്കെ തന്നെയാണ് മിക്കവാറും ഗവൺമെൻറ്റുകൾ ഇലക്റ്റഡായി ജനം തന്നെ തിരഞ്ഞെടുത്താലും 3 വർഷം 4 വർഷം കഴിയുമ്പോഴൊക്കെയും ഗവൺമെൻറ്റുകൾ വീണ് പോകുന്നത്. കാരണം ലോയെ മാനിക്കുന്നില്ല. ഇനിയോ നമ്മൾ സബ്ജക്റ്റ് അതല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ജസ്റ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഗവൺമെൻറ് റിലേഷനാണ് ദൈവമായിട്ടും തൻ്റെ പ്രജകളുമായിട്ടുള്ളതും. അതിൽ വസിക്കുന്നവർ തങ്ങളുടെ പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, തങ്ങൾ ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ട്. അങ്ങനെ വരണമെങ്കിൽ ഇതിനെ മനസ്സിലാക്കിക്കൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് കൊരിന്ത്യലേഖനം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിങ്ങളോ അവരാൽ ക്രിസ്തുവേശുവിൽ ഇരിക്കുന്നു, അവൻ നമുക്ക് ദൈവത്തിൽ നിന്ന് ജ്ഞാനവും നീതിയും ശുദ്ധീകരണവും വീണ്ടെടുപ്പുമായി തീർന്നു. ഞാൻ ഇംഗ്ലീഷോട് വായിക്കുന്നത്, ബട്ട് ഓഫ് ഹിം യു ആർ ഇൻ ക്രൈസ്റ്റ് ജീസസ് ഹു ബിക്കം ഫോർ us wisdom from God and righteousness and sanctification and redemption. ഞാൻ ചില ക്ലാസ്സുകളിലൊക്കെ ഇത് പറയാറുള്ളതാണ്. എങ്ങനെയാണ് ക്രിസ്തു നമുക്ക് നീതീകരണമായിരിക്കുന്നത്, എങ്ങനെയാണ് ക്രിസ്തു നമുക്ക് സാങ്ക്ടിഫിക്കേഷൻ ആവുന്നത്, എങ്ങനെയാണ് ക്രിസ്തു നമ്മുടെ വീണ്ടെടുപ്പാവുന്നത്. ഹി ഹിംസെൽഫ് ബൈ പേഴ്സൺ. ഇന്ന് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തമായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കുന്നത് ക്രിസ്തുവിലേക്കാണ്. ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്തു ആരാണെന്നും മനുഷ്യന് ക്രിസ്തുമായിട്ടുള്ള ബന്ധം എന്താണെന്നും മനുഷ്യർക്ക് മനസ്സിലാക്കി തരുന്നൊരു പുസ്തകം, ഡിവൈൻ റെവലേഷനാണത്. ക്രിസ്തു ആരാണെന്നും ക്രിസ്തുവും മനുഷ്യനും, ക്രിസ്തുവും വിശ്വാസി എന്നല്ല, ക്രിസ്തുവും മനുഷ്യനും, അല്ലെങ്കിൽ ക്രിസ്തുവും ക്രിസ്ത്യാനിയും തമ്മിൽ, ക്രിസ്തുവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഡിവൈൻ റെവലേഷൻ കൂടെ വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരേ ഒരു പുസ്തകമാണ് വിശുദ്ധ വേദഗ്രന്ഥം, ഹോളി ബൈബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് കൂടെ നമുക്ക് മനസ്സിലാക്കുന്ന ഓരോരോ റിലേഷനിൽ കൂടെ നമ്മെ തന്നെയും ക്രിസ്തുവിനെയും നമുക്ക് വെളിപ്പെട്ട് കിട്ടും. ഇവിടെ ഈ പ്രവൃത്തിയിലേക്ക്, അതായത് ഈ ജസ്റ്റിഫിക്കേഷൻ്റെ പ്രവൃത്തിയിലേക്ക് പോകുമ്പോൾ നമുക്ക് അനേക പരിശോധനകളിൽ കൂടെയും പരീക്ഷകളിൽ കൂടെയും കടന്നു പോകേണ്ട ആവശ്യകതയുണ്ട്. കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം എടുത്ത് വായിക്കുകയാണെങ്കിൽ, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല, ദൈവം വിശ്വസ്തൻ, നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഇത് നമുക്ക് നൽകിയിരിക്കുന്ന ഒരു പ്രോമിസാണ്. എന്നാൽ ഇക്കാര്യം പൗലോസ് പറയാൻ തക്കവണ്ണം എന്താണ് അതിൻ്റെ കാര്യമെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ കൊരിന്ത്യ ലേഖനം 10-ാം അധ്യായത്തിൻ്റെ 1 തുടങ്ങി ഒന്ന് വായിച്ചു നോക്കണം. അപ്പോഴേ നമുക്ക് അതിന് ഡെപ്ത് മനസ്സിലാകുകയുള്ളൂ. കൊരിന്ത്യൻ സഭയ്ക്ക് പറയുകയാണ്, സഹോദരന്മാരെ, നമ്മുടെ പിതാക്കന്മാർ എല്ലാവരും മേഘത്തിന് കീഴിലായിരുന്നു. എല്ലാവരും സമുദ്രത്തിലൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്നു എന്ന് പറഞ്ഞാൽ,
they themselves dedicated, submitted to Moses and the divine law. അതേപോലെ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും സമുദ്രത്തിലൂടെ കൂടെ കടന്ന് എല്ലാവരും മേഘത്തിലും സമുദ്രത്തിലും സ്നാനമേറ്റു മോശയോട് ചേർന്നു. എന്നാൽ പുതിയ നിയമത്തിൻ്റെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വിശ്വാസ സ്നാനത്തിൽ ക്രിസ്തുവിനോടും അവൻ്റെ പ്രമാണത്തോടു കൂടിയാണ് നാം ചേരുന്നത്. നാം ക്രിസ്തുവിനോട് ഒരു ഇമാജിനേഷൻ അല്ല, ഒരു മിത്തല്ല. മറ്റു മതങ്ങൾക്കുള്ള മിത്തുകളുള്ള പോലെ ഒരു മിത്തല്ല ഇത്. ഇറ്റ്സ് എ പേഴ്സൺ, ഇറ്റ്സ് എ ലിവിങ് പേഴ്സൺ. അവനോടാണ് ചേരുന്നത്. ഇത് മനസ്സിലാക്കണം. എന്നിട്ട് പറയാണ് അവിടെ, എല്ലാവരും ഒരേ ആത്മീക ആഹാരം തിന്നു. സ്തോത്രം. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച ആത്മീക പാറയിൽ നിന്നല്ലോ അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു തന്നെ. വളരെ പെർഫെക്റ്റായിട്ട് അപ്പോഴവർ പുറപ്പെട്ട കാര്യം, മേഘത്തിലൂടെയും സമുദ്രത്തിലൂടെയും സ്നാനമേറ്റു മോശയോട് ചേർന്നു എന്ന് പറയുമ്പോൾ they themselves dedicated, submitted to Moses and the law. അതേപോലെ തന്നെ അതിനോട് കമ്പയർ ചെയ്തിട്ട് പറയുകയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്ന നിങ്ങൾ yourself submitted, നിങ്ങളുടേതായ സ്വയ ഇച്ഛകളൊന്നുമില്ലാതെ ക്രിസ്തുവിന് നിങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. എന്നിട്ട് പറയാണ്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല. ഇതെല്ലാം പറഞ്ഞിട്ട് എന്താ ആദ്യം പറഞ്ഞത്? എല്ലാവരും സമുദ്രത്തിലും മേഘത്തിലൂടെ സ്നാനമേറ്റ് മോശയോട് ചേർന്നു. എല്ലാവരും ഒരേ ആത്മീക പാനീയം കുടിച്ചു. അവരെ അനുഗമിച്ച് ആത്മീക പാറയിൽ നിന്നല്ല അവർ കുടിച്ചത്. ആ പാറ ക്രിസ്തു തന്നെ. അവരോട് കൂടെ ക്രിസ്തു യാത്ര ചെയ്യുകയായിരുന്നു. ഇതിനോട് നമ്മൾ കമ്പയർ ചെയ്തിട്ട് പറയുകയാണ്, നിങ്ങളും അതേപോലെ തന്നെ. അവർ മോശയോടും ന്യായപ്രമാണത്തോടും ചേർന്നുവെങ്കിൽ, അവരെ തന്നെ സബ്മിറ്റ് ചെയ്തെങ്കിൽ, നിങ്ങൾ ലിവിങ് പേഴ്സണായിരിക്കുന്ന ക്രിസ്തുവിന് നിങ്ങളെ തന്നെ സബ്മിറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നിട്ടൊരു കമ്പാരിസൺ കൊണ്ടുവരികയാണ്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ചോരത്തലി ആചരിച്ച് തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോടും കയ്പിച്ചീരയോടും കൂടെ തിന്നവരാണ് മരുഭൂമി അല്ലെങ്കിൽ മിസ്രൈം ദേശം വിട്ട് പുറപ്പെട്ട് മരുഭൂമിയിലേക്കുള്ള യാത്രയിലേക്ക് കടന്നു വന്നത്. ആമേ. അവിടെ കടന്നു വന്നപ്പോൾ ചെങ്കടൽ കരയിലേക്ക് വീണ്ടും അവകാശം പറഞ്ഞുകൊണ്ട് ഫറവോ വന്നു. കാരണം എന്താ? ചോരത്തെളി ആമേ ക്രിസ്തുവിൻ്റെ പ്രാശ്ചിത്വത്തെ കാണിക്കുന്നതാണ്. തീയിൽ ചുട്ട മാംസം ക്രിസ്തുവിനെ ഭക്ഷിക്കുന്നത് കാണിക്കുന്നതാണ്. ഇത് രണ്ടും ആത്മാവിൻ്റെ വിഷയമാണ്. വീണ്ടും ജനനം അതേപോലെ തന്നെ ക്രിസ്തുവിനെ ഭക്ഷിച്ചുകൊണ്ട് നടക്കുമ്പോൾ, പക്ഷേ നമ്മുടെ ശരീരത്തിന്മേലും പ്രാണനിന്മേലും നമ്മുടെ ബോഡിയിന്മേലും സോളിന്മേലും സേറ്റാൻ അവകാശമുണ്ട്. ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് ഫെറോ. എത്തിപ്പിടിക്കും, കൊള്ള പങ്കിടും, പിടിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ പുറകെ വരുന്നത്. അവിടെയാണ് സ്നാനം നടക്കുന്നത്. സ്നാനത്തിലാണ് നമ്മുടെ സോളിന്മേലും ബോഡിയിന്മേലുള്ള സേറ്റാൻ്റെ എല്ലാവിധ അവകാശവാദങ്ങളും അബോളിഷ് ആവുന്നത്, മായ്ച്ചു കളയുന്നത്. ഇതുകൊണ്ടാണ് സ്നാനത്തിന് തന്നെ എല്ലാവരും ഇത്രമാത്രം എതിർത്ത് നിൽക്കുന്നത്. കാരണം എന്താ? അവരുടെ ശരീരത്തിൽ പ്രാണമെന്ന് സേറ്റാൻ അവകാശം വിട്ടുകളയാൻ ആഗ്രഹിക്കുന്നില്ല. സ്നാനത്തോട് എതിർത്ത് നിൽക്കുന്ന ആരെങ്കിലും, സ്നാനത്തോട് മറുത്ത് നിൽക്കുന്ന ആരെങ്കിലും ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപക്ഷെ ക്രിസ്തുവിൽ വിശ്വസിച്ചിരുന്നവരായിരിക്കാം. ഒരുപക്ഷെ നിങ്ങൾ ക്രിസ്തുവിനെ വളരെ സ്നേഹത്തോടെ കൈക്കൊണ്ടവരായിരിക്കാം. പക്ഷേ സ്നാനത്തോട് നിങ്ങളെ മറുതലിപ്പിച്ച് നിർത്തുന്നത് നിങ്ങളുടെ ആത്മാവ് മാത്രമേ ക്രിസ്തുവിനെ സ്വീകരിക്കുന്നതിൽ വീണ്ടും ജനിക്കുന്നതേ ഉള്ളൂ. നിങ്ങളുടെ പ്രാണന്മേലും ശരീരത്തിന്മേലും സേറ്റാൻ അവകാശമുണ്ട്. കാരണം നിങ്ങൾ ആ പ്രാണനെ കൂടി ശരീരത്തിൽ കൊണ്ടും സേത്താന് പ്രസാദിച്ചെന്ന കാര്യങ്ങൾ ചെയ്തിരുന്നു. പാപത്തിന് ദാസന്മാരെ വിൽക്കപ്പെട്ടവരായിരുന്നു. അതിൽ നിന്നും പറഞ്ഞിരിക്കുന്ന നിങ്ങളെ പഠിപ്പിക്കുന്ന ഉപദേശ രൂപത്തെ ഹൃദയപൂർവ്വം അനുസരിച്ചാൽ പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ച്, പാപത്തിൻ്റെ ദാസ്യത്തിൽ നിന്ന് മോചനം പ്രാപിച്ച് നീതിക്ക് ദാസന്മാരായി തീരാം. അപ്പോൾ ഇന്ന് സ്നാനത്തെക്കുറിച്ചുള്ള ക്ലാസ് എടുക്കാൻ വേണ്ടിയല്ല പറഞ്ഞത്. അങ്ങനെ മരുഭൂമി ചെങ്കടൽ കടന്നു കഴിഞ്ഞപ്പോൾ പിന്നീട് അവർക്ക് കാനാൻ ദേശത്തേക്ക് പ്രവേശിക്കുന്ന യോർദാൻ വരെയുമുള്ളത് അവിടെ പരിശോധനകളുടെ കാലഘട്ടമായിരുന്നു. ഇതവർക്ക് ശരിക്കും മനസ്സിലായില്ലായിരുന്നു. സ്തോത്രം. ചെങ്കടൽ കരയിലെ പുറത്തു തുടങ്ങി, ഞങ്ങളിവിടെ കൊണ്ടുവന്ന് കൊല്ലാനാണോ നീ കൊണ്ടുവന്നത്?
ദൈവം ദീർഘക്ഷമയോടെ ആമേ സ്തോത്രം കഴുകൻ ചിറകേമ്പ് കുഞ്ഞുങ്ങൾ വഹിക്കുന്നത് പോലെ അവർ വഹിച്ച് കടത്തി. ആമേ മാറിയുടെ അടുത്ത് വന്നപ്പോൾ വെള്ളം കയ്പ്, അവിടെ ദൈവം നടത്തി. കുടിക്കാൻ വെള്ളത്തിന് പെറുപെറുപ്പ്, മെരിബായിലെ പെറുപെറുപ്പ്, ഞങ്ങൾക്ക് ആരാഹാരം തരും പെറുപെറുപ്പ്. ഇവിടെയൊക്കെയും പരിശോധനകൾ അവർ മിക്കവർക്കും എല്ലാവർക്കും ചെയ്യിക്കാൻ പറ്റിയെങ്കിലും ചെറിയൊരു ശേഷിപ്പ്. യോശുവയും കാലേബും ചില പുരോഹിതന്മാരും ആമേ യോർദാൻ കടന്ന് വാഗ്ദത്ത ദേശത്തിലേക്ക് എത്തി. ഇതേപോലെ 32 ലക്ഷം പേരായിരുന്നു മോശയോട് കൂടെ ചെങ്കടലിലും അതേപോലെ തന്നെ മേഘത്തിൽ സ്നാനപ്പെട്ട് മോശയോട് ചേർന്നത്. ഇതേപോലെ വലിയൊരു സമൂഹം പല പല ഡിനോമിനേഷൻ പറഞ്ഞുകൊണ്ട്, മാമോദിസ എന്ന് പറഞ്ഞുകൊണ്ടോ അല്ലെങ്കിൽ ശിശുസ്നാനം എന്ന് പറഞ്ഞുകൊണ്ടോ ഒക്കെയും ക്രിസ്തുവിനോട് ചേർന്ന് ചിന്തിച്ചുകൊണ്ടൊക്കെ നോക്കും. പക്ഷേ ചെങ്കടൽ കടക്കുന്നില്ല. അറ്റോൺമെൻറ്റിനെ കുറിച്ചുകൊണ്ട് ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്നവരും ഈസ്റ്റർ ആചരിക്കുന്നവരും ഒക്കെയും തന്നെ ആമേ ക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെ തന്നെ ഓർത്തുകൊണ്ട് ചെയ്തത്. പക്ഷേ മിസ്രൈം ദേശത്ത് വസിക്കുന്നതേ ഉള്ളൂ, പാപത്തിൻ്റെ അടിമത്തിൽ വസിക്കുന്നതേ ഉള്ളൂ. അവർ തീയിൽ ചുട്ടതായിട്ടുള്ള മാംസം പുളിപ്പില്ലാത്ത അപ്പത്തോട് കയ്പിച്ചിരിയോട് തിന്നാത്തത് കൊണ്ട് മിസ്രൈമിൻ്റെ വാസം വിട്ടുപോരാൻ അവർക്ക് പറ്റുന്നില്ല, അവർക്ക് ശക്തി ലഭിക്കുന്നില്ല. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്നത്, എങ്കിലും അവരിൽ മിക്ക പേരിലും ദൈവം പ്രസാദിച്ചില്ല, അവരെ മരുഭൂമിയിൽ തള്ളിയിട്ട് കളഞ്ഞു എന്ന് നിങ്ങൾ അറിയാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇത് നമുക്ക് ദൃഷ്ടാന്തമായി സംഭവിച്ചു. അവർ മോഹിച്ചതുപോലെ നാമും ദുർമോഹികൾ ആകാതിരിക്കേണ്ടത് തന്നെ. അപ്പോൾ അവർ തള്ളിയിടുവാനുള്ള കാരണം എന്തായിരുന്നു? അവർ ദുർമോഹികളായി തീർന്നു. ആമേൻ. നാം എന്തിനു വേണ്ടി സ്നാനപ്പെട്ടത്? ക്രിസ്തുവിനോട് ചേരുക. മോശയോട് കൂടെ ഇറങ്ങി തിരിച്ച ജനം ആമേൻ ചെങ്കടലിലും ആമേൻ അതുപോലെ തന്നെ മേഘത്തിൻ കീഴിൽ സ്നാനപ്പെട്ട് മോശയോട് ചേർന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ടും അവർ ദുർമോഹികളായി തീർന്നതുകൊണ്ട്, പരിശോധനകൾ ദുർമോഹികളായി തീർന്നതുകൊണ്ട് മോശയിൽ നിന്നും മോശയോട് കയർക്കാൻ തുടങ്ങി. മോശമാണെന്ന് അവർ നടത്തുന്നത്. പ്രമാണത്തോട് കയർക്കാൻ തുടങ്ങി. ഇവിടെ കൂടെ ഞങ്ങൾ മരിപ്പാനായിരുന്നു കൊണ്ടുവന്നത്, ഞങ്ങൾക്ക് മിസ്രൈമിലെ വാസമായിരുന്നു നല്ലത്. ഇതേപോലെ ക്രിസ്തുവിനോട് ചേരാൻ സ്നാനപ്പെട്ടിട്ടും അയ്യോ ഞങ്ങൾക്ക് ലോകത്തിൻ്റെ ആശ്രയമായിരുന്നില്ല നല്ലത്, ഒരു ചെറിയ പനി വന്നു കഴിഞ്ഞാൽ ഈ പനി കൊണ്ട് ഞാൻ മരിക്കാനാണോ നിങ്ങൾ എന്നോട് ഉപദേശിക്കുന്നത്? ചെറിയൊരു രോഗം വന്നാൽ ഇതുകൂടെ ഞാൻ മരിക്കാനാണ് ഉപദേശിക്കുന്നത്? കാരണം എന്താണ് ഈ മരുഭൂമി നടക്കുന്നതെന്ന് ശരിക്കും മനസ്സിലാകുന്നില്ല. ഹല്ലേലൂയ. എടുക്കുമുള്ള വാതിൽ കൂടി അല്ല കടന്നത്, ഞെരുക്കുമുള്ള വഴിയെ അല്ല നടക്കുന്നത്. വിശാലമായ വഴിയിലേക്ക് പോകണമെന്നാണ് നമ്മുടെ സോളിൻ്റെ എപ്പോഴും ആഗ്രഹം. ജനം തിന്മാനും കുടിപ്പാനും ഇരുന്നു, കളിപ്പാൻ എഴുന്നേറ്റു എന്ന് എഴുതിയിരിക്കുന്ന പ്രകാരം അവരിൽ ചിലരെ പോലെ നിങ്ങൾ വിഗ്രഹാരാധികൾ ആകരുത്. അവരിൽ ചിലർ പരസംഗം ചെയ്ത് ഒരു ദിവസത്തിൽ 23,000 പേർ വീണുപോയതുപോലെ നാം പരസംഗം ചെയ്യരുത്. അവരിൽ ചിലർ പരീക്ഷിച്ച് സർപ്പങ്ങളാൽ നശിച്ചു പോയതുപോലെ നാം കർത്താവിനെ പരീക്ഷിക്കരുത്. അവരിൽ ചിലർ പിറുപിറുത്ത് സംഹാരിയെ നശിച്ചു പോയതുപോലെ നിങ്ങൾ പിറുപിറുക്കുമരുത്. ഇത് ദൃഷ്ടാന്തമായിട്ട് അവർക്ക് സംഭവിച്ചു. ലോകാവസാനം വന്നെത്തിയിരിക്കുന്ന നമുക്ക് ബുദ്ധി ഉപദേശത്തിനായി എഴുതിയും ഇരിക്കുന്നു. ഇത് വളരെ പെർഫെക്റ്റായിട്ട് പറയാണ്. അപ്പോൾ പലരും പറയും നമുക്കിന്ന് പുതിയ നിയമ സഭയ്ക്ക് എന്തിനാണ് പഴയ നിയമത്തിൻ്റെ ആവശ്യകത? അപ്പോസ്തലന്മാർ എവിടുന്ന പുതിയ നിയമം പ്രസംഗിച്ചത്? അവരല്ലേ പുതിയ നിയമം എഴുതിയത്? യേശു എമ്മാവസിലേക്ക് പോയിരുന്ന സഹോദരന്മാരോട് യേശു ഏത് പുതിയ നിയമം പ്രസംഗിച്ചത്? മോശയുടെ ന്യായപ്രമാണത്തിന് പ്രവാചക പുസ്തകങ്ങളും സങ്കീർത്തനങ്ങളും തന്നെക്കുറിച്ച് എഴുതിയിരിക്കുന്ന അവർക്ക് വിശദീകരിച്ചു കൊടുക്കുകയായിരുന്നു ചെയ്തത്. ഹല്ലേലൂയ. അപ്പോൾ ഇതെല്ലാം നമ്മുടെ സബ്ജക്റ്റ്. എന്നിട്ട് 11 കഴിഞ്ഞ് 12 വാക്യത്തിൽ പറയുകയാണ്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. ഇത്രയും കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് പറയുകയാണ്, ആകയാൽ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. എന്നിട്ടാണ് 13 വാക്യത്തിൽ പറയുന്നത്, മനുഷ്യർക്ക് നടപ്പില്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. അവർക്ക് നടന്ന പരിശോധനകളൊക്കെയും തന്നെ റെഫർ ചെയ്തുകൊണ്ട് പറയുകയാണ്, മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയുമുണ്ടാക്കും. മരുഭൂമിയിലേക്ക് പ്രവേശിച്ചിട്ട് 3 ദിവസത്തെ വഴി നടന്നു കഴിഞ്ഞപ്പോൾ മരുഭൂമിയിലെ യാത്ര.
അത്ര കഠിനമായ ദാഹമാണ് ഉണ്ടാകുക. അത്ര ഡീപ്പ് നെസസിറ്റിയാണ് വെള്ളത്തിന് വേണ്ടി ഉണ്ടാകുന്നത്. ആ സമയത്ത് കുറച്ച് വെള്ളം കണ്ടപ്പോൾ ആ വെള്ളം കയ്പ്പ്. ഇതേപോലെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ പറഞ്ഞിരുന്നു, മിസ്രൈം ദേശത്ത് വെച്ച് മോശ വെള്ളത്തെ രക്തമാക്കിയപ്പോൾ മിസ്രൈം പ്രഭുക്കന്മാരൊക്കെയും അടുത്ത് ഓലി കുഴിക്കാൻ തുടങ്ങി. ഓലി എന്ന് പറഞ്ഞ് ചെറിയ വെല്ല് കിണറുകൾ കുഴിക്കാൻ തുടങ്ങി, നല്ല വെള്ളം കിട്ടുമെന്നറിയാൻ. അത് രക്തമായി തീർന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഈ ഇസ്രായേലിലെ സഹസ്രാധിപന്മാർ, മൂപ്പന്മാർ ഈ മാറയിലെ വെള്ളം കയ്പായി കണ്ടപ്പോൾ അടുത്തെങ്ങാനും ഓലി കുഴിച്ച് നോക്കുമോ എന്നൊരു പരീക്ഷ ഇട്ട് നോക്കിയത് അവർക്ക്. പക്ഷേ മോശയും അഹ്റോനും അവിടേക്ക് അതുപോലെ പ്രഭുക്കന്മാരും തന്നെ ഓലി കുഴിക്കാൻ പോയില്ല. ഇന്ന് വിശ്വാസ ജീവിതത്തിൽ അനേകർ ഓലി കുഴിക്കുന്നവരുണ്ട്, മറ്റു പലർ ഈ മാറയുടെ ചുറ്റും ഇങ്ങനെ കറക്കിക്കൊണ്ട് നടക്കുന്നുണ്ട്. മാറയെ മധുരമാക്കും, മാറയെ മധുരമാക്കിയിട്ട്. മാറയെ മധുരമാക്കുന്നതല്ല ലക്ഷ്യം. മാറയിലേക്കല്ല വിളിച്ചത് കാനാൻ ദേശത്തേക്കാണ്, പുതിയ യെരുശലേമിലേക്കാണ്. ഇനിയും ഇവിടെ നമുക്കൊരു പ്രോമിസിനെ കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിച്ചത്. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ. അവർക്ക് 3 ദിവസത്തെ യാത്ര കഴിഞ്ഞപ്പോഴാണ് മാറ കണ്ടത്. ദൈവത്തിന് നേരത്തെ അറിയാം മരുഭൂമിയിൽ കൂടെ യാത്ര. അവർ പോലും കാണാത്ത മരുഭൂമി, താൻ സൃഷ്ടിച്ച മരുഭൂമി, തനിക്ക് സകലം അറിയാവുന്ന മരുഭൂമിയിൽ കൂടെ കടന്നു പോകണം. അവർക്ക് ദാഹമുണ്ടാകും, അവിടെ ഓരോ അവസ്ഥകളും അറിയുന്നവൻ, വിശപ്പുണ്ടാകും. എല്ലാം നേരത്തെ കരുതിയിരുന്നിട്ട് തന്നെയാണ് അവർ വിളിച്ചത്. ഞാൻ നിന്റെ പിതാക്കന്മാരോട് അബ്രാഹാമിനോടും ഇസാക്കിനും യാക്കോബിനോടും ചെയ്ത വാഗ്ദത്ത ദേശത്തേക്ക് ഞാൻ കൊണ്ടുപോകുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട ഒരു വ്യക്തി പിന്നെ ക്രിസ്തുവിൻ്റെ പ്രൊവിഷൻസിന് വേണ്ടി കാത്തിരിക്കുകയാണ് വേണ്ടത്. ഇവിടെയാണ് നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴി ഉണ്ടാക്കും. ക്രിസ്തീയ നാമത്തിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, അതായത് ഇടുക്കുമുള്ള ഞെരിയിൽ വഴിയിൽ തിരഞ്ഞെടുത്തവനായ ഒരു വ്യക്തി, മരുഭൂമി യാത്ര തിരഞ്ഞെടുത്തവനായ ഒരു വ്യക്തി എപ്പോഴും ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കേണ്ട ഒരു പ്രോമിസാണ് ഈ വായിച്ചത്. ഇതിനു വേണ്ടി ഞാൻ ഈ കൊരിന്ത്യർ ലേഖനത്തിന് അല്പമായിട്ട് ഒന്ന് വിശദീകരിക്കാൻ ആഗ്രഹിച്ചത്. നമുക്ക് വീണ്ടും ജസ്റ്റിഫിക്കേഷൻ വിഷയത്തിലേക്ക് കടന്നു വരാം. അവിടെ നമുക്ക് ചിന്തിക്കാനുള്ളത്, ആമേൻ, ഈ വാക്യം നമ്മൾ വായിച്ചു. ആമേൻ, നമുക്കിനി ചിന്തിക്കാൻ പോകാനുള്ളത് സ്തോത്രം. അതായത് ഇങ്ങനെ പരീക്ഷ നമ്മൾ പറഞ്ഞല്ലോ, അവർക്ക് സ്റ്റെപ്പായിട്ട് ദൈവം പരിശോധനകൾ വെച്ചിരുന്നു. മാറ, മെരീബ, ഇങ്ങനെ ഓരോ സ്ഥലത്തും. ഇതേപോലെ തന്നെ വിശ്വാസത്തിനായിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പല വിഷയങ്ങളും ക്രിസ്തുമായിട്ടുള്ള റിലേഷനിൽ ബന്ധപ്പെടേണ്ട കാര്യമുണ്ട്. The gospel has directly promised in every temptation to open a way of escape. അതാണ് നമ്മളിപ്പോൾ വായിച്ചത്. So that we shall be able to bear it. The spirit of this promise pledges to us such a revelation of Christ as to secure our standing if we will lay hold upon him by faith as revealed. Our circumstances of temptation render it necessary that at one time we should apprehend Christ in one relation and at another time in another relation. ഇത് ഞാൻ പറയാൻ കാരണം, ഈ വിശ്വാസികളുമായുള്ള ക്രിസ്തുവിൻ്റെ ബന്ധങ്ങൾ എന്ന വിഷയങ്ങൾ ഇതിപ്പോൾ 36ാമത്തെ എപ്പിസോഡാണ്. ഏകദേശം 100ഓളം റിലേഷൻസ്, 100ഓളം എപ്പിസോഡുകൾ ഈ ഒരു സബ്ജക്റ്റിൽ കവർ ചെയ്യേണ്ടതുണ്ട്. പക്ഷേ ആരംഭത്തിൽ കണ്ട പലർക്കും ഇതൊക്കെ ഒരു നിസാര സംഭവമായി, ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല, വിശ്വസിച്ചാൽ മാത്രം മതി എന്നൊരു ചിന്താഗതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ, ആദ്യം കണ്ടവരും ആദ്യമാരും ഇത് കാര്യമായിട്ട് മനസ്സിലാക്കി മുന്നോട്ട് വന്നവർ പലവരും ഇതിൽ നിന്ന് പിന്തിരിഞ്ഞു പോയിരിക്കുന്നതായിട്ട് പ്രാർത്ഥിക്കുമ്പോഴും മനസ്സിലാകുന്നുണ്ട്. പലരും ഇത് കാണുന്നു പോലുമില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സബ്ജക്റ്റ് കുറച്ചും കൂടി ഒന്ന് തുറന്ന് തരുവാൻ, കുറച്ചും കൂടി ഒന്ന് ഡീപ്പായിട്ട്, അധികം ഡീപ്പായിട്ട് പോകുന്നില്ല, അല്പമായിട്ട് ഇതെന്താ ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഒരു പക്ഷേ ചിലവർക്കിത് മനസ്സിലാകാത്തത് കൊണ്ടായിരിക്കാം ഇതത്ര കാര്യക്ഷമതയോടെ എടുക്കാത്തതെന്ന് ചിന്തിക്കുകയാണ്.
അതായത് എന്താണ് ജസ്റ്റിഫിക്കേഷൻ, എങ്ങനെയാണ് ജസ്റ്റിഫിക്കേഷൻ പൂർത്തീകരിക്കുന്നത് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, ഇതൊരു ഗവൺമെൻറ് റിലേഷനാണ്. സ്വർഗത്തിൽ വസിക്കുന്നവർ പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ട്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് കഠിന വാക്കായി തോന്നും, ഇതെന്തോ ഈ പറയുന്നത്, എത്രയോ പ്രാവശ്യം കർത്താവ് തന്നെ എൻ്റെ പാപം ക്ഷമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പക്ഷെ എങ്ങനെയാണ് ക്ഷമിക്കുന്നത് എന്ന് ശരിക്കൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ പറഞ്ഞ് നമുക്ക് ഓരോ ടെംപ്റ്റേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ, അറ്റ് വൺ ടൈം വി ആർ ടെംപ്റ്റഡ് ടു ഡെസ്പയർ ബൈ Satan's accusations of sin in us and is suggesting that our sins are too great to be forgiven. നമ്മുടെ പാപങ്ങളെല്ലാം വളരെ ബോധപ്പെടുത്തിയിട്ടും നമ്മൾക്ക് പാപക്ഷമ കിട്ടി, ക്രിസ്തുവിൽ ക്രിസ്തുവിനോട് ചേർന്ന് സ്നാനപ്പെട്ടിട്ടും നമ്മുടെ പാപങ്ങളെ മായ്ച്ചു കളഞ്ഞിട്ടും സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ട് കളഞ്ഞിട്ടും ദൈവം നമുക്ക് പാപം മറച്ചു തന്നിട്ടും അതിൻ്റെ കുറ്റബോധം നമ്മുടെ ഹൃദയത്തിൽ മാറ്റിക്കളഞ്ഞിട്ടും സേറ്റൻ അവയെ നമ്മളെ അക്യൂസേഷൻസ്, കുറ്റം കൊണ്ടുവന്നിട്ട് കുറ്റം ചുമത്തിക്കൊണ്ട് നീ അത് ചെയ്തില്ലേ ഇത് ചെയ്തില്ലേ. അനേക വിശ്വാസികൾക്ക് സംഭവിക്കുന്നതാണ്, ചിലർക്ക് മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റാത്ത വിധത്തിൽ ഇമ്മോറലായിട്ടുള്ള തോട്ടുകൾ കൊണ്ട്, ഇമ്മോറലായിട്ടുള്ള ചിന്താഗതികൾ കൊണ്ടിട്ടിട്ട് പാപത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യാൻ തക്കവണ്ണം, ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടും എനിക്ക് സ്വസ്ഥതയില്ലല്ലോ, ക്രിസ്തുവിൽ വിശ്വസിച്ച് എനിക്ക് പൂർണ്ണ രക്ഷയില്ലല്ലോ, അപ്പോൾ സാത്താൻ തന്നെ കൊണ്ടുവരും സുവിശേഷം തെറ്റാണ്, ഇത് വെറുതെ എഴുതി വച്ചിരിക്കുന്നതാണ്, ഇത് മനുഷ്യബുദ്ധി കൊണ്ട് എഴുതി വെച്ച്, ഇങ്ങനെ പല പല അക്യൂസേഷൻസ് കൊണ്ടുവന്ന് ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾ അകറ്റാൻ നോക്കും. ഒരു പക്ഷേ ഈ ശബ്ദം കേൾക്കുന്ന അനേകർക്ക് ഈ അനുഭവം ഉണ്ടാകാം. ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ നിന്ന് രക്ഷ പ്രാപിക്കണമെങ്കിൽ ഇതൊന്നും പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ക്രിസ്തുവിനെ പാപമായിട്ട്, പാപിയായിട്ടല്ല പാപമായിട്ട്, അതാണ് 2 കൊറിന്ത്യൻസ് 5:21 പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആ വാക്യം എടുത്ത് വായിക്കാം. 2 കൊറിന്ത്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 21, അവസാനത്തെ വാക്യം. പാപം അറിയാത്തവനെ നാം അവനെ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി. അതേപോലെ തന്നെ റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം, മലയാളത്തിലാണെങ്കിൽ 4-ാം വാക്യമാണെന്ന് തോന്നുന്നു, 3 കൂടി ചേർന്ന് വായിക്കണം. ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിന് സാദൃശ്യത്തിൽ പാപനിമിത്തം അയച്ചു, പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. അപ്പോൾ ക്രിസ്തുവിനെ എന്താക്കിയെന്ന് പറഞ്ഞിരിക്കുന്നത്? നാം അവന് ദൈവത്തിന് നീതിയാകേണ്ടതിന് പാപമാക്കി. ആ പാപത്തിൻ്റെ ശിക്ഷ ആരുമേൽ വിധിച്ചു? ക്രിസ്തുവിൽ വിധിച്ചു. മരണം അനുഭവിച്ചു. തൻ്റെ ശരീരം ക്രൂശിൽ കിടക്കുമ്പോൾ തൻ്റെ പ്രാണനും ആത്മാവും പാതാളത്തിൽ പോയിക്കൊണ്ട് ശിക്ഷ അനുഭവിച്ചു, ആസ്വദിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമുക്ക് പരമായിട്ടുള്ള സകല ശിക്ഷയും അവൻ സ്വമേധ ഏറ്റെടുത്തു. പിന്നെ സേറ്റാന് ഒരു അക്യൂസേഷനും അവകാശമില്ല. അപ്പോൾ ഇത് നമ്മുടെ ഹൃദയത്തിൽ, നമ്മൾ വചനമൊക്കെ പറഞ്ഞു നോക്കും, പക്ഷെ നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തുവിനെ നമ്മുടെ പാപയാഗമായിട്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടി പാപം ആക്കപ്പെട്ടത് നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെട്ട് കിട്ടാത്തോളം. ഈ വെളിപ്പാടെന്ന് പറഞ്ഞാൽ മിക്കവർക്കും അത് മനസ്സിലാകുന്നില്ല. വെളിപ്പാടെന്ന് പറഞ്ഞാൽ കണ്ണടച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്തൊക്കെ കാണുന്നതോ, അല്ലെങ്കിൽ വചനം വായിക്കുമ്പോൾ അതിൻ്റെ പൊരുൾ തുറച്ച്, ഇതൊക്കെ ശരി തന്നെയാണ്, പൊരുൾ തിരിച്ചു കിട്ടുന്നതോ ഇത് മാത്രമല്ല. വെളിപ്പെടുന്ന് പറഞ്ഞാൽ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി, ഇത് നമ്മുടെ സോളിൽ അനുഭവിക്കുക. ഇതിനെ അനുഭവിച്ചുകൊണ്ടാണ് പോൾ പറയുന്നത്, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും മറ്റ് സകലതും ഞാൻ ചപ്പും ചവറുമെന്നാണ്. ഇത് അനുഭവിച്ചവർക്കറിയാം. ഞാനിത് വളരെ എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ പഠിച്ച ബുദ്ധി കൊണ്ടല്ല പറയുന്നത്. എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഈ പറയുന്ന ട്രാക്കിൽ കൂടെയൊക്കെ പോയി അനേക പ്രാവശ്യങ്ങൾ ഡെസ്പായി ഇതെല്ലാം ഞാൻ വളരെ, എന്നെ ഉപദേശിക്കാൻ ആരുമില്ലായിരുന്നു, ഇതിങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ ആരുമില്ലായിരുന്നു. ഇതിൽ കൂടെ കടന്നുപോയി വല്ലാത്ത രീതിയിൽ വളരെ തളർന്നു പോയി. സാത്താൻ്റെ അക്യൂസേഷൻസ്, അതിന് വലിയ പോരാട്ടങ്ങളും കഴിക്കുമ്പോഴായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇതിൻ്റെ റെമഡി ആയിരിക്കുന്ന ക്രിസ്തുവിനെ പുനരുത്ഥാന ശക്തി തന്നെ സോളി വെളിപ്പെടും. ഉടനെ എല്ലാം മാറിപ്പോവും. വി വിൽ ബി റീഫ്രഷ്ഡ്. പുതു മനുഷ്യൻ പോലെ ആയി തീരും. അപ്പോൾ ഇത് ഒരു റിലേഷനായുള്ളൂ, സേറ്റൻ്റെ നമ്മുടെ പാപത്തെക്കുറിച്ചുള്ള അക്യൂസേഷൻ. മറ്റൊന്ന്, അഗൈൻ ഇറ്റ് ഈസ്
oppressed with a sense of its own utter emptiness, and is forced to exclaim, I know that in me, that is, in my flesh, no good things dwells. അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, എന്നിൽ എന്ന് വെച്ചാൽ എൻ്റെ ജഡത്തിൽ ഒരു നന്മയും വസിക്കുന്നില്ല. ഈ ഒരു അവസ്ഥ നമ്മുടെ ഹൃദയത്തിൽ വെളിപ്പെടാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നാം വിശ്വാസത്തിൻ്റെ സകലതും പൂതകളിലേക്ക് കളഞ്ഞു പോയി. ഒരു സ്പിരിച്വാലിറ്റി ഇല്ലെന്ന് നമുക്ക് മനസ്സിലാകും. ഒരു ആത്മീയതയും നമ്മളില്ലാതെ വണ്ണം അല്ലാത്ത ഡസ്പായിട്ട് ദൈവത്തിന് മുമ്പിൽ ഒന്ന് വാ തുറക്കാൻ, ഒന്ന് ഞെരുങ്ങുവാൻ, ഒന്ന് കരയാൻ പോലും പറ്റാതെ ഹൃദയം കൂടി ഞെരുങ്ങും. അത്ര ഡീപ്പായിരിക്കുന്ന ഒരു നെസസിറ്റി നമ്മുടെ മുമ്പിൽ വെളിപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതായത് ക്രിസ്തുവിനെ ആ ഫൗണ്ടൻ, നീരുറവയായിട്ട്, നമ്മുടെ ജീവന് നീരുറവയായിട്ട്, അല്ലെങ്കിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, സാക്ഷാൽ മുന്തിരിവള്ളിയായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വെളിപ്പെടുത്തുന്നത്. ഉടനെ നാം ജീവൻ പ്രാപിക്കും. ആ സ്പിരിച്വാലിറ്റി തീരെ ഇല്ലാതെ, നമ്മളിൽ ഒരു ആത്മീയതയുമില്ലാതെ നാം തളർന്നു തുടങ്ങി. ഒന്ന് പ്രാർത്ഥിക്കാൻ പോയിട്ട് ഒന്ന് ഞെരുങ്ങുവാൻ പോലും പറ്റാതെ വണ്ണം തളർന്നിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. ഇത് കേൾക്കുന്ന, ഈ ശബ്ദം കേൾക്കുന്ന അനേകർക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായിരിക്കാം. പക്ഷേ നിങ്ങൾക്കില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം വചനം തെറ്റെന്നല്ല, ഉപദേശം തെറ്റെന്നല്ല. നിങ്ങളെ ദൈവത്തിൻ്റെ ആത്മാവ് അതിലേക്ക് ഒരുക്കാൻ തക്കവണ്ണം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ റിലേഷൻ, പെർട്ടിക്കുലർ റിലേഷൻ നിങ്ങൾക്ക് താങ്ങാൻ തക്കവണ്ണം നിങ്ങൾ ആത്മീയ വളർച്ചയിലായിട്ടില്ല. കർത്താവേ, ഇങ്ങനെ ഒരു വിഷയമുണ്ടെങ്കിൽ എനിക്കിത് വെളിപ്പെടുത്തണം, എനിക്കൊന്ന് മനസ്സിലാക്കി തരണം എന്ന് താഴ്മയോടെ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതാണ് ഓർഗനൈസ് ചെയ്യുന്നത്. ആരും തന്നെ സ്വതവേ എടുക്കുന്നതല്ല. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതാണ് പറഞ്ഞത്, നിങ്ങൾക്ക് പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് തരുന്നവൻ അവനാണ്. പ്രോമിസ്, നിങ്ങൾ സഹിക്കാൻ കഴിയുന്നതിനേക്കാളും മീതെ കടന്നു പോകാതെ നിങ്ങളല്ല എടുക്കുന്നത്. ഞാൻ ചെയ്യുന്ന ഒരിക്കലും പറഞ്ഞേക്കണ്ട. മറ്റൊരു റിലേഷൻ, അറ്റ് അനദർ ടൈം വി ആർ ടെംപ്റ്റഡ് ടു ഡെസ്പയർ ഓഫ് ഓവർകമ്മിങ് അവർ ടെൻഡൻസീസ് ടു സിൻ. പലപ്പോഴും നാം വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ചതായിട്ടുള്ള നമ്മുടെ പല മോഹങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ജനിപ്പിച്ചുകൊണ്ട് സിന്നിലേക്ക് നമ്മൾ വലിച്ചു കൊണ്ടുപോകാൻ നോക്കും. ആൻഡ് ഇത് സാങ്ക്ടിഫിക്കേഷൻ ഒന്നും വേണ്ട, ഇതൊക്കെ നിങ്ങളുടെ ഉപദേശങ്ങളൊക്കെ വെറും ബുദ്ധിയുടെ പ്രമാണങ്ങളാണ്, ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കർത്താവ് സ്നേഹം തന്നെയാണ്, കരുണയുള്ളവനാണ്, നമ്മെ രക്ഷിക്കുന്ന പല ചിന്ത കൊണ്ടുവരും. ആമേ, സാങ്ക്ടിഫിക്കേഷൻ നടക്കാതെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യുവാൻ ദൈവത്തിന് സാധ്യമല്ല. ദൈവത്തിന് വേണ്ടി നിങ്ങളെ വേർതിരിച്ചല്ലാതെ ദൈവത്തിന് നിങ്ങളെ നീതിമാൻ എന്ന് എണ്ണുവാൻ സാധ്യമല്ല. ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, പാപം ക്ഷമിച്ച് കിട്ടിയവരായിട്ടല്ല, ഒരു കാലത്തും പാപം ചെയ്യാത്തവരായിട്ടാണ് സ്വർഗത്തിൽ വസിക്കുന്നവർ. അതിന് ഒരേ ഒരു മാർഗമുള്ളൂ, ക്രിസ്തുവിനാൽ കവർ ചെയ്യപ്പെടുക. അപ്പോൾ ഡിവൈൻ ഗവൺമെൻറ് നിങ്ങളെ ആയിരിക്കില്ല, നിങ്ങളെ കവർ ചെയ്തിരിക്കുന്ന ക്രിസ്തുവിനെ ആയിരിക്കും നോക്കുന്നത്. എൻ്റെ ഡീപ്പ് എക്സ്പ്ലനേഷനിലേക്ക് ഞാൻ കടന്നു വരാം. ആമേ, സ്തോത്രം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ സോളിൽ, ക്രിസ്തു തന്നെ നമ്മുടെ തേജസ്സീകരണം, ഈ പേഴ്സൺ ക്രിസ്തു തന്നെ നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മുടെ തേജസ്സീകരണ പ്രവൃത്തി പൂർത്തിയാക്കുന്നു ചിന്തിക്കാൻ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. മറ്റൊരു റിലേഷൻ, ദ സോൾ ഈസ് ലെറ്റ് ടു ട്രംബിൾ in view of his constant exposure to besetment on every side, oppressed with such a sense of his own utter helplessness in the presence of his enemies. ഞാൻ പറയാറുണ്ടല്ലോ, 3 എനിമികളാണുള്ളത്. ദൈവത്തോട് ശത്രുത്വമുള്ളതും ദൈവത്തിൻ്റെ ന്യായപ്രമാണത്തെ കീഴ്പ്പെടാത്തതുമായ ജഡം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ ഈ ലോകം നമ്മുടെ ശത്രുവാണ്. അതേപോലെ സാറ്റാനിക് കിങ്ഡം. ഇതിൻ്റെ 3 വശത്തു നിന്നും ലോകത്തിലേക്കുള്ള ടെംപ്റ്റേഷൻസ്, ലൗകികമായ കാര്യങ്ങളിലേക്കുള്ള ടെംപ്റ്റേഷൻസ്, അതേപോലെ സാറ്റാനിക് കിങ്ഡത്തെ ദുഷ്ടാത്മസേനയുടെ ഓപ്പറേഷൻസ്, അതേ സമയത്ത് തന്നെ നമ്മുടെ ജഡം അതിൻ്റെ മോഹങ്ങൾ ജനിപ്പിച്ചുകൊണ്ട് നമ്മളെ വല്ലാത്ത ഞെരുക്കും. ഇപ്പോൾ പറയുന്നുണ്ടല്ലോ, അകത്തും പോരാട്ടം, പുറമേ നിന്നും പോരാട്ടം. ഇതൊക്കെ എത്ര അനുഭവിച്ച് ഇന്ന് ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ കൊരിന്ത്യലേഖനത്തിൽ വായിച്ചതുപോലെ പലപ്പോഴും നമ്മൾ ആയുധം വെച്ച് കീഴടങ്ങുന്ന സ്വഭാവത്തിലേക്ക് കടന്നു വരും. പക്ഷേ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വിട്ടുകളയും. നമ്മുടെ ഇതാണ് നമ്മളെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമേ, നമ്മളിലുള്ള ബലഹീനത നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് അത് ചെയ്യുന്നുള്ളൂ. അതേസമയം നാം തോറ്റു പോകാതെ, വീണു പോകാതെ ഉടനെ എസ്കേപ്പ് ഡോറാണ് ക്രിസ്തു. ആമേൻ. ആ സമയത്ത് നമുക്ക് വേണ്ടത്
ക്രൈസ്റ്റ് ആസ് അവർ ഷെപ്പേർഡ്, ഗുഡ് ഷെപ്പേർഡ്, നല്ല ഇടയനായിട്ട്. ഹു കീപ്സ് എ കോൺസ്റ്റൻറ്റ് വാച്ച് ഓവർ ദ ഷിപ്പ്, തൻ്റെ ആടുകളുടെ മേൽ ദൃഷ്ടി വെച്ചുകൊണ്ട്. നമ്മൾ ദിവസങ്ങൾ ചിന്തിച്ചായിരുന്നു, നമ്മുടെ പേർ ചൊല്ലി വിളിക്കുന്നു, എനിക്കുള്ളവ ഞാൻ അറിയുന്നു, അവയ്ക്ക് ഞാൻ നിത്യജീവൻ കൊടുക്കുന്നു, അവ ഒരു നാൾ നശിച്ചു പോകുകയില്ല, അവ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ ആർക്കും സാധ്യമല്ല. ഈ വക റിലേഷൻസ് ഒക്കെയും തന്നെ നമ്മുടെ സോളിലേക്ക് വെളിപ്പെടുത്തുമ്പോൾ നാം ധൈര്യം പ്രാപിക്കും. ഇത് ഒരു ദിവസം കൊണ്ടോ ഒരു ഇൻസ്റ്റൻസിൽ കൊണ്ട് നടക്കുന്ന ഒരു സംഭവമല്ല, ഇതിന് സമയമെടുക്കും. അതേപോലെ മറ്റൊന്ന് പറയുന്നത്, another time the soul is harassed with a view of the great subtlety and sagacity of his spiritual enemies and greatly tempted to despair on the account. Now it needs Christ as its wisdom. ആത്മാവ് അതിൻ്റെ ആത്മീയ ശത്രുക്കളുടെ മഹത്തായ സൂക്ഷ്മതയും വിവേകത്തിൻ്റെയും വീക്ഷണത്താൽ പീഡിപ്പിക്കപ്പെടുന്നു. ആ കണക്ക് നിരാശപ്പെടാൻ അത്യധികം പ്രലോഭിപ്പിക്കപ്പെടുന്നു. ഇനി അതിന് ക്രിസ്തുവിനെ അതിൻ്റെ ജ്ഞാനമായി, അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ക്രൈസ്റ്റ് ആസ് അവർ വിസ്ഡം. കൊരിന്ത്യർ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യത്തിൽ ഞാൻ കുറച്ച് റിലേഷൻസിനെ കുറിച്ച് മാത്രമേ ഇവിടെ പറഞ്ഞുള്ളൂ. ഹല്ലേലൂയ. നമ്മുടെ എനിമീസ് നമുക്ക് വളരെ ശക്തിയോടുകൂടെ എഴുന്നേൽക്കും. ചില സമയങ്ങളിൽ വളരെ ശക്തിയോടുകൂടെ എഴുന്നേൽക്കുമ്പോൾ എത്രയെല്ലാം വചനം പറഞ്ഞാലും പ്രാർത്ഥിച്ചാലും ഉപവസിച്ചാലും ഒന്നും തന്നെ മാറും. വളരെ ശക്തിയോടെ നിൽക്കുമ്പോൾ യഥാർത്ഥ സൊല്യൂഷൻ ഈസ് ക്രൈസ്റ്റ്. അപ്പോൾ ക്രിസ്തു മൈറ്റി ഗോഡ്, വീരനാം ദൈവമായിട്ട് എത്രയോ പ്രാവശ്യം ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. ക്രിസ്തു വീരനാം ദൈവമായിട്ട് നമ്മുടെ സോളിൽ വെളിപ്പെടുന്നതും നമുക്ക് എതിരെ നിൽക്കുന്ന ശത്രു തെറിച്ചു പോകും നമുക്ക് കാണാം. സ്തോത്രം. നമ്മുടെ സോളിനെന്ന് മനസ്സിലാക്കാം. ഇതൊന്നും ഇല്ലാത്തവരെ ഒരു പക്ഷേ വീണ്ടും ജനം പ്രാപിച്ചിട്ടില്ലായിരിക്കാം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ദ മൂമെൻറ്റ് യു ആർ ബോൺ അഗെയിൻ, നിങ്ങൾക്ക് 3 ഘോരമായ ശത്രുക്കളുണ്ട്. ഈ ശത്രുവിൻ്റെ കാര്യം പറഞ്ഞ് ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നിരാശപ്പെടുത്തുവാനല്ല. ക്രൈസ്റ്റ് ഈസ് എ സൊല്യൂഷൻ. ക്രിസ്തുവാണ് നമ്മുടെ സൊല്യൂഷൻ, ക്രിസ്തുവാണ് നമ്മുടെ റെമഡി, ദ ഓൺലി റെമഡി എന്ന് നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരുവാനാണ്. ഇങ്ങനെയാണ് നാം കൃപമേൽ കൃപ പ്രാപിച്ച് അതേ പ്രതിമയായിട്ട് രൂപാന്തരപ്പെടുന്നത്. ഇതാണ് നമ്മുടെ മരുഭൂ യാത്ര, ഇതാണ് നമ്മുടെ ഞെരുക്കമുള്ള പാത എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോ റിലേഷൻസിൽ കൂടെയും, ഞാൻ ഇത്രയും പറയാനുള്ള കാരണം, ഓരോ റിലേഷൻസിൽ കൂടെയും നാം കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ചിലത് അനുഭവിച്ച് കഴിയുമ്പോൾ പലർക്കും തോന്നും ബുദ്ധിമുട്ടാണ്, വേണ്ടായിരുന്നു, ഇങ്ങനെ ഉപദേശം മറ്റുള്ളവർക്ക് ആർക്കും ഇങ്ങനെ ഇല്ലല്ലോ, മറ്റുള്ളവർക്ക് ഇത്തരം പ്രതിസൂക്ഷി കൂടെ കടന്നു പോകുന്നില്ലല്ലോ, മറ്റുള്ളവരൊക്കെ തന്നെ അവർ എല്ലാ ആരാധനയ്ക്ക് പോകുന്നു, കുടുംബ പ്രാർത്ഥന നടത്തുന്നു, കോട്ടേജ് മീറ്റിംഗ് നടത്തുന്നു, ഉപവാസ പ്രാർത്ഥന നടത്തുന്നു, അവരെ കൂട്ടത്തിലേക്ക് വേണ്ടത്ര ആൾക്കാരുണ്ടല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് അവരതൊക്കെ നരകത്തിൽ പോകാനിരിക്കുകയോ ദൈവം അവരെ സ്നേഹിക്കുന്നില്ലയോ, ഇങ്ങനെ പല പല തോട്ടും കൊണ്ടെന്ന് നിങ്ങളെ കൊരിന്ത്യർ നാം വായിച്ചല്ലോ. എല്ലാവരും മേഘത്തിൽ കൂടെ നടന്ന് സമുദ്രത്തിലും മേഘത്തിലും സ്നാനമേറ്റ് മോശയോട് ചേർന്ന്, എങ്കിലും അവരിലെല്ലാവരും ദൈവം പ്രസാദിച്ചില്ല. കാരണം എന്താ? അവർ ദുർമോഹികളായി വീണ്ടും മിസ്രൈമിലേക്ക് തിരിച്ചു പോകാനുള്ള ചിന്താഗതി കൊണ്ടുവന്നു. അതേപോലെ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെട്ട 99% ദുർമോഹികളായി ലോകത്തിൻ്റെ ആശ്രയത്തിലേക്ക് പോയിരിക്കുന്നത് കൊണ്ടാണ് ഇത്തരം സത്യങ്ങൾ ഇങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് അനുഭവജ്ഞാനത്തോടുകൂടി നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നത്. ഹല്ലേലൂയ. അടുത്ത് നമുക്ക് ചിന്തിക്കാൻ കുറച്ചൊരു വിഷയമാണ്. സാത്താൻ വളരെ തന്ത്രപൂർവ്വം കൊണ്ടുവന്നിരിക്കുന്ന ഒരു വിഷയമാണ് ഫെയ്ത്ത് ഓൺലി, വിശ്വാസം മാത്രം മതി. ഇത് കടന്നു വന്നത്, തെറ്റിദ്ധരിക്കരുത്, വളരെ വളരെ സൂക്ഷ്മതയോടും വളരെ പ്രാർത്ഥനയോടും കൂടെ മനസ്സിലാക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാമല്ലോ, 1-ാം നൂറ്റാണ്ടിലെ അപ്പസ്തോലന്മാരുടെ കാലഘട്ടം, അത് കഴിഞ്ഞ് സെക്കൻഡ് ജനറേഷൻ അപ്പസ്തോലന്മാരുടെ കാലഘട്ടം കഴിഞ്ഞ് 3-ാം നൂറ്റാണ്ടിലേക്ക് വന്നപ്പോഴേക്കും കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയിൽ കൂടെ സ്ഥാപിക്കപ്പെട്ടതാണ് ക്രിസ്തു മതം അല്ലെങ്കിൽ കത്തോലിക്ക മതം എന്ന് പറയുന്നത്. കത്തോലിക്ക മതത്തിൻ്റെ ആരംഭത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിനും വളരെ വളരെ വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഉണ്ടായിരുന്നായിരുന്നു ബാബിലോണിയൻ ചർച്ച്. ഞാൻ അനേക എപ്പിസോഡുകളിൽ കൂടി ബുക്കുകളിലൊക്കെ അത് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുള്ളതാണ്. ബാബിലോണിൽ കൂശിൻ്റെ ഭാര്യയായിരുന്ന സെമീറാമിസ്, അവരുടെ മകനായിരുന്നു നിമ്രോദ്.
കൂശ് മരിച്ചതിന് ശേഷം ഇത്രയും മോശമായ സ്ത്രീ സ്വന്തം മകനെ തന്നെ ഭർത്താവ് ഏറ്റെടുത്തു. എന്നാൽ അതേ കാലഘട്ടത്തിൽ നോഹയുടെ 3 മക്കളായിരുന്ന ഹാം, ഷേത്ത്, ജാഫെത്ത്, ഷേത്തിൻ്റെ തലമുറയിൽ നിന്നാണ് അബ്രാഹം ഉള്ള കാലത്ത് തന്നെ ഷേത്തിൻ്റെ തലമുറ നിൽക്കുന്ന സമയത്ത് തന്നെയാണ് ഹാമിൻ്റെ തലമുറയിൽ നിന്നാണ് കൂശ് വരുന്നത്. ജാഫെത്തിൻ്റെ തലമുറയിൽ നിന്നും ഈ 2 തലമുറകളും തലതെറിച്ചു പോയപ്പോൾ അത് നോഹ കാണിച്ച മാതൃപ്രകാരം നടക്കാതെ വീണ്ടും വിഗ്രഹാരാധനയിലേക്ക് തിരികെയും ബാബേൽ ടവർ ഉണ്ടാകാൻ പ്ലാനുകൾ നടന്നുകൊണ്ടിരിക്കുന്ന അതേ സമയത്താണ് 10-ാം അധ്യായത്തിൽ കൂശിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അവിടെയാണ് ബാബേൽ സാമ്രാജ്യം ആരംഭിക്കുന്നത്. ഈ സ്ത്രീക്ക് മോശമായ സ്ത്രീയായിരുന്നു, ഇവൾക്ക് എന്തോ റെവലേഷൻ ഉണ്ടെന്ന് കണ്ടല്ലോ. കേരളത്തിൽ തന്നെ അനേക അമ്മമാരുണ്ടല്ലോ, എന്തോ ഡിവൈൻ റെവലേഷനൊക്കെ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ആയിരക്കണക്കിന്, 10,000-കണക്കിന്, കോടിക്കണക്കിന് ആൾക്കാരെയാണ് ലോകത്തിൽ മുഴുവനും ഒരൊറ്റ സ്ത്രീ വശീകരിച്ച് വച്ചിരിക്കുന്നത്. ഡിവൈൻ റെവലേഷൻ ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്നാണ് മിസ്റ്ററി ബാബിലോൺ, വെളിപ്പാട് പുസ്തകത്തിൽ 17-ാം അധ്യായത്തിൽ നശിക്കുന്നതായിട്ടുള്ള മിസ്റ്ററി ബാബിലോൺ സ്റ്റാർട്ട് ചെയ്തത്. അവൾ ആരംഭിച്ച മതമാണ് ബാബിലോണിയൻ മതം. അതിൻ്റെ പുരോഹിതന്മാരുടെ മേളിലുള്ള ലീഡറാണ് പൊന്തീഫ്. അതിനകത്തുള്ള കർമ്മേൽ പുത്രിമാരാണ് ഇന്ന് അനേക കന്യാസ്ത്രീകളുണ്ട്. ഇതൊക്കെ എൻ്റെ ഹിസ്റ്ററി പഠിച്ച അതാണ്, പഠിച്ചു നോക്കണം. ബൈബിൾ വായിക്കുക, അതേ സമയത്ത് ഹിസ്റ്ററി എന്താണെന്ന് മനസ്സിലാക്കുക. ഇതൊക്കെ ബൈബിളിൽ എഴുതിയിട്ടുണ്ടോ? ഇല്ല, ഹിസ്റ്ററിയിലേക്ക് ചേർന്ന് നോക്കുക. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടം കഴിഞ്ഞ് അപ്പസ്തോലന്മാരുടെ പ്രവൃത്തി ശക്തിയോടെ കൂടെ നടക്കുമ്പോൾ വെളിപ്പാട് പുസ്തകത്തിൽ കഥ പറഞ്ഞിരിക്കുന്നല്ലോ, ആമേൻ, പെർഗമോസ് സഭ സാത്താൻ്റെ സിംഹാസനം ഇരിക്കുന്ന ഇടം, അതായത് ബാബിലോണിൽ നിന്ന് ആരംഭിച്ചതായിട്ടുള്ള ഈ മതം ബാബിലോണിയ ചർച്ചിൻ്റെ സിംഹാസനമായിരുന്നു അവിടെ. അവിടെ നിന്നുമാണ് എൻട്രസ്കസ് എന്ന സമൂഹത്തിൽ കൂടെ റോമിലേക്ക് കടന്നു വരുന്നത്. ഓൾറെഡി റോമിൽ ചർച്ചുകളുണ്ടായിരുന്നു, ക്രിസ്ത്യൻ ചർച്ചല്ല, റോമൻ മതമുണ്ടായിരുന്നു. ആ മതത്തെക്കാളും വളരെ അട്രാക്റ്റീവായിരിക്കുന്ന ചട്ടങ്ങളായിരുന്നു ഈ ബാബിലോണിയ ചർച്ചിൻ്റെത്. നിങ്ങൾക്കിതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയണമെങ്കിൽ 2 ബാബിലോൺസ് എന്ന് അലക്സാണ്ടർ ഹിസ്ലോപ്പിൻ്റെ ബുക്കുകൾ വായിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ വിശദമായിട്ട് എഴുതിയിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ആ റോമൻ മതത്തെ അവർ വിഴുങ്ങുകയും തുടർന്ന് ആ കാലഘട്ടത്തിൽ വളരെ ഉപദ്രവങ്ങൾ നടന്ന കാലഘട്ടമായിരുന്നു. 2nd ജനറേഷൻ വിശ്വാസികളുടെ കാലഘട്ടം. വളരെ ശക്തമായ റോമൻ പീഡനങ്ങൾ നടന്ന കാലഘട്ടത്തിൽ അവർക്ക് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട്, ഇത്രയും കഷ്ടത്തെ സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൂട്ടം പിന്മാറാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയുടെ വരവ് വരുന്നത്. അങ്ങനെ ഈ പിന്മാറ്റക്കാരെ തൻ്റെ ആർമിയിൽ ജോലി കൊടുക്കുകയും സൂര്യ നമസ്കാരത്തിന് വേണ്ടി നിർമ്മിച്ചിരുന്ന കിഴക്ക് പടിഞ്ഞാറ് ദിശയിൽ നിർമ്മിച്ചിരുന്ന ചർച്ചുകളെ പ്രാർത്ഥനാലയങ്ങളായിട്ട് കൊടുക്കുന്നത്. അങ്ങനെ കോൺസ്റ്റന്റൈനോട് ചേരാത്തതായിട്ടുള്ള വിശ്വാസികളെ കൊന്നൊടുക്കിക്കൊണ്ട് യഥാർത്ഥ ട്രൂ ക്രിസ്ത്യൻ ചർച്ചിനെ ഭൂമണ്ഡലത്തിൽ നീക്കിക്കളഞ്ഞു. എന്നാലും അവിടെ ഇവിടേക്ക് ശേഷിച്ചു. കാരണം എന്താ? യേശു ക്രിസ്തു തന്നെ പറഞ്ഞത്, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അനുജയിക്കുകയില്ല. അപ്പോൾ AD 325 തുടങ്ങി ഏകദേശം 1520 വരേക്കും ഡാർക്ക് ഏജസ് ആണ്. ഡാർക്ക് ഏജസ്, അതാണ് പെർഗമോസ് സഭയുടെ കാലഘട്ടം. അവിടെ നിന്നുമാണ് അപ്പോൾ അവിടെയെല്ലാം പ്രവൃത്തിയിൽ കൂടെ നീതീകരണമായിരുന്നു കാത്തലിസം കൊണ്ടുവന്നത്. പണം കൊടുത്ത് പാപക്ഷമ മേടിക്കുക, പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുക, മെഴുതിരി കത്തിക്കുക. അങ്ങനെ ദൈവസഭയിൽ ഇല്ലാതിരുന്നിട്ടുള്ള കൊടി, മുടി, വടി, ഡ്രസ്സുകൾ, സ്ഥാനമാനങ്ങൾ, ഇതെല്ലാം തന്നെ കൊണ്ടുവന്നത് ഈ ബാബിലോണി ചർച്ചിലെ സംസ്കാരങ്ങളാണ്. ഇതിൽ നിന്നും വേർതിരിഞ്ഞ് ഇതല്ല, ഈ പ്രവൃത്തിയിൽ കൂടിയല്ല നീതീകരിക്കപ്പെടുന്നത്. ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്നത് ഇതിനോട് കമ്പയർ ചെയ്ത് കാത്തലിസത്തിൻ്റെ ഈ വ്യാജ്യമായിട്ടുള്ള പ്രവൃത്തിയിൽ കൂടെയുള്ള നീതീകരണം, പണം കൊടുത്ത് പാപക്ഷമ മേടിക്കുന്നത്, ഇങ്ങനെ ഒത്തിരി പ്രവൃത്തികളുണ്ട്. ഇതിൽ കൂടിയല്ല പാപക്ഷമ കിട്ടുന്നത്. ബൈ ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് മാർട്ടിൻ ലൂതർ തൻ്റെ പ്രവൃത്തിയെ കൊണ്ടുവന്നു. ദൈവത്തിൻ്റെ ആത്മാവ് ശക്തിയോടുകൂടെ പ്രവർത്തിച്ചു. അപ്പോൾ അതിനോട് കമ്പയർ ചെയ്തപ്പോൾ ഇന്ന് ശത്രു വളരെ തന്ത്രപൂർവ്വം എടുത്തിരിക്കുന്ന ഒരു കാര്യമാണ്, ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം മതി. എന്തിനോട് കമ്പയർ ചെയ്തിട്ടാണ് ആ സബ്ജക്റ്റ് വന്നതെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ഹിസ്റ്ററി പറഞ്ഞത്. അതായത് 1-ാം നൂറ്റാണ്ടിലെയും 2-ാം നൂറ്റാണ്ടിലെയും ദൈവസഭയുടെ അല്ലെങ്കിൽ അപ്പസ്തോലന്മാരുടെയും 2nd ജനറേഷൻ്റെയും കാലഘട്ടത്തിന് ശേഷം റോമൻ മതം, കാത്തോലിസിസം കൊണ്ടുവന്നിട്ട് ഈ ദൈവവചനം ടോട്ടൽ ഡാർക്ക് ഏജിലേക്ക് പോയി. കാത്തലിസ് അല്ലെങ്കിൽ ബാബിലോണി ചർച്ചിൻ്റെ അടിസ്ഥാന വേദഗ്രന്ഥമായിരുന്നു
പെട്രോമ അല്ലെങ്കിൽ സ്റ്റോൺ ബുക്ക് എന്ന് പറയുന്നത്. അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാനോ അതിനെ സൂക്ഷിക്കാനുള്ള അധികാരം അവരുടെ പൊന്തീഫിന് മാത്രമുണ്ടായിരുന്നുള്ളൂ. ആ പൊന്തീഫാണ് ഇന്നത്തെ പോപ്പ്. ഈ പേരിലാണ് വിശുദ്ധന്മാർ, അതായത് ദൈവവചനത്തെ മനുഷ്യർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത വിശുദ്ധന്മാരൊക്കെയും അതിക്രൂരമായിട്ട് കൊന്നൊടുക്കിയത്. ഇതൊക്കെ നിങ്ങൾക്ക് ഹിസ്റ്ററി വായിച്ച വേണ്ടത്രേ കിട്ടും. അങ്ങനെ ദൈവവചനത്തിൻ്റെ സത്യങ്ങളെ ടോട്ടലായിട്ട് മൂടി വെച്ച് സാധാരണ മനുഷ്യർക്ക് പോലും വായിക്കാൻ പോലും കൊടുക്കാതെ അവരുടേതായ ഐഡിയകളും ബാബിലോണി സംസ്കാരത്തിൻ്റെതായിട്ട് ഐഡിയകളും അതേ സമയത്ത് കൊള്ളയിടത്തക്കവണ്ണം പാപക്ഷമയ്ക്ക് വേണ്ടി പണം വാങ്ങിച്ച് പാപക്ഷമ കൊടുക്കുക. അതിൻ്റെ ഒരു രൂപാന്തരമാണ് ഇന്നത്തെ കുമ്പസാരം. എന്ത് പറഞ്ഞു വരുന്നത്? ജസ്റ്റിഫിക്കേഷനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. ഇന്ന് വ്യാജമ എത്രയും വ്യാജത്തിലേക്ക് പോയി. അപ്പോൾ അതിൽ നിന്നും ഒരു റീഫോർമേഷൻ കൊണ്ടുവന്നതാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത്. എന്നാൽ അതുമാത്രം ഇന്ന് സൈത്താൻ അതങ്ങ് പൊക്കി പിടിച്ചിട്ട് യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം മതി. എന്നാൽ യേശു ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യൻ്റെ ഒരു മനുഷ്യൻ്റെ സാൽവേഷൻ നടക്കുന്നതിന് പ്രധാനപ്പെട്ട 5 കാര്യങ്ങളാണ്. അതായത് 1, അറ്റോൺമെൻറ്റ്, അതായത് ദൈവിക ഭരണകൂടം മാനവജാതിയുടെ മേൽ വിധിച്ച ശിക്ഷയെ ഇളവ് ചെയ്യുവാൻ ദൈവത്തിന് സാധ്യമല്ല, മാറ്റുവാൻ ദൈവത്തിന് സാധ്യമല്ല. പക്ഷെ അതിന് സാറ്റിസ്ഫാക്ഷൻ വരുത്തത്തക്കവണ്ണം പകരക്കാരനായിട്ടുള്ള ഒരു സഫറിങ് നടക്കണം. അതിന് തന്നെയാണ് സൃഷ്ടിതാവായ ദൈവം തന്നെ, നിയമദാതാവായ ദൈവം തന്നെ മനുഷ്യനോട് തുല്യമായ ശരീരം, പ്രാണൻ, ആത്മാവുള്ളവനായിട്ട് അവൻ്റെ ശരീരത്തിലും പ്രാണനിലും ആത്മാവിലുള്ള ശിക്ഷയെ തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ട് അവന് പകരമായി ശരീരത്തിലും പ്രാണനിലും ആത്മാവിലും മരണം അനുഭവിക്കുന്നത്. അതാണ് അറ്റോൺമെൻറ്റ്. ഇത് മനുഷ്യന് ചെയ്യാൻ സാധ്യമല്ല. എന്നാൽ അതിനുശേഷം എല്ലാ മതവിഭാഗങ്ങളിലും, ഹിന്ദുസത്തിലും മുസ്ലിം മതത്തിലും ക്രിസ്തീയ സമൂഹങ്ങളിൽ എല്ലായിടത്തും തന്നെ പല പല വിധത്തിലുള്ള അറ്റോൺമെൻറ്റുകൾ നടക്കുന്നുണ്ട്. ഇതുകൊണ്ട് ഒന്നും ഡിവൈൻ ഗവൺമെൻറ് സാറ്റിസ്ഫൈഡ് ആകുന്നില്ല, മനസ്സിലാക്കണം. ഇതുകൊണ്ടൊന്നും ഡിവൈൻ ഗവൺമെൻറ് മാനവജാതിയുടെ മേൽ വിധിച്ച ശിക്ഷയ്ക്ക് ഇളവ് ചെയ്യുവാൻ സാധ്യമല്ല. ഗവൺമെൻറ് ഡിവൈൻ ലോയാണ് ശിക്ഷ വിധിക്കുന്നത്, ദൈവമല്ല ശിക്ഷ വിധിക്കുന്നത്, ഡിവൈൻ ലോ. ആ ലോ ഇളവ് ചെയ്യുവാനോ മാറ്റുവാനോ ദൈവത്തിന് സാധ്യമല്ല. എന്നാൽ അതിന് ഒരു പകരക്കാരനായിട്ട് മാനവജാതിയുടെ മേലുള്ള ശിക്ഷ, മരണമെന്ന ശിക്ഷ തൻ്റെ മേൽ ഏറ്റെടുത്തുകൊണ്ടാണ് ക്രിസ്തു ആ ലോയെ മാഗ്നിഫൈ ചെയ്യുന്നത്, അത്യന്തം ഉയർത്തുന്നത്. ലോ ശരിയാണ്, മനുഷ്യൻ നീയാണ് തെറ്റ്. എന്നാൽ ഞാൻ ലോയെ മാനിക്കുന്നു, അതേപോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാൻ നിൻ്റെ മേലുള്ള ശിക്ഷ എൻ്റെ മേലെ ഏറ്റെടുത്തുകൊണ്ട് നിനക്ക് പകരമായി മരിക്കാം. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഹൃദയം നുറുങ്ങുന്നത്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് ഹൃദയം തകർന്നുകൊണ്ട് ക്രിസ്തുവിനോട് സ്നേഹത്തിലടുക്കുന്നത്. ഇതൊരു ഒരു ഒരു ഡിനോമിനേഷനോ ഒരു സമുദായത്തിനോ ഒരു വ്യക്തികൾക്കോ ഒരു സാൽവേഷൻ ഓഫർ ചെയ്യാൻ സാധ്യമല്ല. ഇത് മനസ്സിലാക്കുമ്പോൾ ഹൃദയ നുറുക്കത്തോടെ ദൈവത്തിലേക്ക് അടുത്തു വരുന്നതാണ് പറയുന്ന പേരാണ് റിപ്പൻറ്റൻസ്. അത് കഴിഞ്ഞിട്ടുള്ള കാര്യം, 3ാമത്തെ കണ്ടീഷനാണ് ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്. മാനസാന്തരപ്പെടാതെ വിശ്വസിക്കാൻ സാധ്യമല്ല. അതാ യേശു ക്രിസ്തു പറഞ്ഞത്. അപ്പം സ്നാപയോഹന്നാൻ പ്രസംഗിച്ചെന്തായിരുന്നു? ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. മാർക്കോസിന് സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അപ്പോൾ പ്രോഗ്രസീവ് റെവലേഷൻ ഓഫ് ഗോഡാണ് ഈ ഗോസ്പൽ എന്ന് പറയുന്നത്. സ്റ്റെപ്പ് ബൈറ്റാണ് ഇത് റിവീൽ ചെയ്തിരിക്കുന്നത്. അടുത്ത കണ്ടീഷനാണ് സാങ്ക്ടിഫിക്കേഷൻ. അടുത്ത കണ്ടീഷനാണ് പെർസീവറൻസ്. ഈ 5 കണ്ടീഷൻസും ഇൻഡിസ്പെൻസിബിളായി ഒഴിച്ചുകൂടാൻ പറ്റാത്ത കണ്ടീഷൻസാണ്. ഇതിൽ ഒന്നിൽ അല്പം ഡീവിയേഷൻ നടന്നാൽ സാൽവേഷൻ നടക്കുകയില്ല. ഇന്ന് സുവിശേഷം കേട്ടോ, ഒരു കൺവെൻഷൻ കേട്ടിട്ടോ, ഒരു പ്രസംഗം കേട്ടിട്ടോ കൈ ഉയർത്തി രക്ഷിക്കപ്പെട്ടു, മാഗസീനിൽ പബ്ലിഷ് ചെയ്തു, 1000 പേര് 10,000 പേര് രക്ഷിക്കപ്പെട്ടു. ചില പ്രാസംഗികരൊക്കെ, ഞാൻ ഇംഗ്ലീഷുകാരും പ്രത്യേകിച്ച് പ്രസംഗിക്കുന്നുണ്ട്, 400,000 സേവ്ഡ്. ഇന്ത്യയിൽ കടന്നു വന്നൊരു പ്രസംഗം നടത്തു, 100 സോൾസ് സേവ്ഡ്. വീഡിയോയിൽ ഒരു 10,000 ലൈക്സും ഒരു 50,000 സബ്സ്ക്രിപ്ഷനും. എന്താ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ? എന്താ സാൽവേഷൻ എന്ന് പറഞ്ഞാൽ? ഈ ശബ്ദം കേൾക്കുന്നതുകൊണ്ട് ഞാൻ വളരെ താഴ്മയോട് പറയുകയാണ്, ദൈവത്തിന് നിങ്ങളെ കൂടാതെ ഈ കണ്ടീഷൻസ് മാറ്റിയിട്ട് ഡിവൈൻ ലോയുടെ സ്റ്റാറ്റസ് മാറ്റിയിട്ടോ അല്ലെങ്കിൽ ദൈവത്തെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് നിങ്ങൾ ഉയർത്തുവാൻ സാധ്യമല്ല. ഇതിൻ്റെ പ്രോസസ്സാണ് സാങ്ക്ടിഫിക്കേഷൻ. സാങ്ക്ടിഫിക്കേഷൻ കൂടാതെ ദൈവത്തെ നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാൻ സാധ്യമല്ല. അപ്പോൾ
ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വിശ്വാസം, ക്രിസ്തുവിലെ വിശ്വാസം മാത്രം മതി എന്ന് പറയുന്നവർ എന്താ പറയുന്നത്? വിശ്വാസമാണോ നമ്മെ രക്ഷിക്കുന്നത്, അല്ലെങ്കിൽ വിശ്വാസത്താൽ ക്രിസ്തുവാണോ രക്ഷിക്കുന്നത്? വിശ്വാസത്താൽ ക്രിസ്തു രക്ഷിക്കുന്നുവോ അല്ലെങ്കിൽ വിശ്വാസം രക്ഷിക്കുന്നുവോ? അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വാക്യം പറയാം, നിന്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കുന്നു. ആരാ രക്ഷിക്കുന്നത്? അല്പം ഒന്ന് താഴ്മയോടെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഹല്ലേലൂയ. ഇതിന് പേരാണ് ആമേൻ ആൻറ്റിമോണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആൻറ്റിനൊമിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസം മാത്രം മതി, ഗോസ്പലിൻ്റെ ഒബീഡിയൻസിൻ്റെ ആവശ്യമില്ല, മോറൽ ലോയുടെ ഒബീഡിയൻസിൻ്റെ ആവശ്യമില്ല. ഇതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വന്നതാണ് ഇന്ന് ദൈവസഭയിൽ കടന്നു വന്നിട്ടുള്ള ഇമ്മോറാലിറ്റി, സ്റ്റേജ് ഷോസ്. വേണ്ടത്ര മിളച്ചതകൾ നിങ്ങൾക്കിന്ന് പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രികളിൽ കാണാൻ സാധിക്കും. അതിൻ്റെ നല്ല കോപ്പി ഇവിടുന്ന് വെസ്റ്റേൺ കൺട്രികളിൽ പോയി അച്ചായന്മാർ അവിടെ കോപ്പി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതിൻ്റെ നല്ല കോപ്പികൾ ഇന്ന് കേരളത്തിലും വന്നിട്ടുണ്ട്. നമ്മൾ പല കൺവെൻഷനുകളും കണ്ടുപിടിക്കുന്നുണ്ട്. ഇതെന്തുകൊണ്ടെന്നറിയാമോ? ഈ ആൻറ്റിനോമിയൻ്റെ, അതായത് ക്രിസ്തുവിലുള്ള വിശ്വാസം മാത്രം മതി, സുവിശേഷത്തിൻ്റെ അനുസരണം അത് ആവശ്യമില്ല. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിരിക്കുന്നത് എന്താ? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അധർമ്മികളുടെ പാപികളുടെയും ഗതി എന്താകും? നീതിമാൻ പ്രയാസേന രക്ഷ പ്രാപിക്കുന്നെങ്കിൽ, നീതിമാൻ ജസ്റ്റിഫൈഡ്, പ്രയാസേന രക്ഷ പ്രാപിക്കുന്നുവെങ്കിൽ അധർമ്മിയുടെ പാപികളുടെയും ഗതി എന്താകും? ഇതൊക്കെ വെറുതെ എഴുതിയിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, വിശ്വാസം കൊണ്ട് മാത്രമല്ല, വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കൊണ്ടുവരിക. ഈ കണ്ടീഷൻസ്, അറ്റോൺമെൻറ്റിനെ കുറിച്ച് ഒന്നും മനസ്സിലാക്കാത്തവൻ എന്നെ വിശ്വസിക്കുന്നത്? റിപ്പൻറ്റൻസ് നടക്കാത്തവൻ എങ്ങനെയാണ് ക്രിസ്തുവിൽ ആശ്രയിക്കുന്നത്? അവനെപ്പോഴും സ്വയത്തിൽ തന്നെ നടക്കുന്നത്. അപ്പോൾ ഈ സ്റ്റെപ്പായിട്ട് നമ്മെ സാങ്ക്ടിഫൈ ചെയ്യുന്ന പ്രോസസ്സാണ് ഞാൻ ഈ റിലേഷൻസ് ഓഫ് ക്രൈസ്റ്റ് ടു ബിലീവേഴ്സ് എന്ന ഈ ഹെഡിങ്ങിൽ പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അല്പമായിട്ട് വിരസത തോന്നാതിരിക്കാൻ വേണ്ടിയാണ്, കുറച്ച് ഷാർപ്പായിട്ടാണെങ്കിൽ തന്നെയും ഞാനിതൊന്ന് വിശദീകരിക്കാൻ ആഗ്രഹിച്ചത്. ഹല്ലേലൂയ. ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. അപ്പോൾ ഒരു സോളിനെ ജസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ നീതിമാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഡിവൈൻ ഗവൺമെൻറ് അംഗീകരിക്കണമെങ്കിൽ ആമേൻ, നമുക്ക് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അനേക ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കും. ഞാൻ ഒന്ന് മാത്രം എടുക്കുന്നു. ഈ ചിത്രത്തിൽ നിങ്ങൾ കാണുന്നത് ആമേൻ പഴയ നിയമത്തിലെ കൃപാസനമാണ്. അതിവിശുദ്ധ സ്ഥലത്ത് മോശയ്ക്ക് യഹോവ വെളിപ്പെടുന്ന സ്ഥലത്ത് വെച്ചിരുന്ന കൃപാസനമാണ്. ഇതിന് 2 പാട്ടായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവം മോശയോട് ഉപകരണങ്ങളെ പണിയാൻ, സമാഗമന കൂടാരത്തിനുള്ള ഉപകരണങ്ങളെ പണിയാൻ പറയുമ്പോൾ ഏറ്റവും ആദ്യം പറയുന്നത് ഈ നിയമപ്പെട്ടകം പണിയുവാനാണ്. ഈ താഴെ ഇരിക്കുന്ന പാട്ട് ഫസ്റ്റ്, അതായത് ലോ, ഡിവൈൻ ലോയാണ് അതിനകത്തുള്ളത്. ഈ ഡിവൈൻ ലോയുടെ സ്വഭാവം എന്താണ്? പാപം ചെയ്തവൻ മരിക്കണം. ഇത് ഒരു കാലത്ത് വിശ്വാസിയായിരുന്ന അവിശ്വാസിയായിരുന്നാലും നോ ഡീവിയേഷൻ. പാപം ചെയ്തതേക്ക് മരിക്കണം. ദാറ്റ് ഈസ് എറ്റേണൽ ഡെത്ത്. ഇതിന് വേറൊരു സംസാരമില്ല. അനുസരിക്കുന്നവനെ മാതൃകപരമായിട്ട് മാനിക്കണം, അനുസരണക്കേട് കാണിക്കുന്നതിനെ മാതൃകപരമായിട്ട് ശിക്ഷിക്കണം. എറ്റേണൽ ഡെത്ത്, വിശ്വാസിയായാലും അവിശ്വാസിയായാലും. എന്നാൽ അതേ അളവിൽ അതിനെ മറയ്ക്കുന്നതാണ് കൃപാസനമെന്ന് പറയുന്നത്. അതാണ് ക്രിസ്തു. ഇത് മനസ്സിലാക്കിയിട്ടാണ് ദാവീദ് സങ്കീർത്തനത്തിൽ പറയുന്നത്, 32-ാം സങ്കീർത്തനത്തിൽ പറയുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയ മനുഷ്യൻ ഭാഗ്യവാൻ. അതിന് ഞാൻ ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ വായിക്കുകയാണ്. ബ്ലെസ്ഡ് ഈസ് ഹി ഹൂസ് ട്രാൻസ്ഗ്രഷൻസ് ഈസ് ഫോർഗിവൺ, ഹൂസ് സിൻ ഈസ് കവേർഡ്. ഈ കൃപാസനത്തിന് പറയുന്ന, അല്ലെങ്കിൽ അറ്റോൺമെൻറ്റിന് പറയുന്ന ഹീബ്രു വേർഡാണ് കഫാർ. അതിന് പറഞ്ഞു കഴിഞ്ഞാൽ കഫർ തന്നെ പ്രിമിറ്റീവ് വേർഡ്, അതിൻ്റെ റൂട്ട് വേർഡിൻ്റെ അർത്ഥം ടു കവർ ഓവർ എന്ന് പറഞ്ഞാൽ, ഈ ദൈവിക ഭരണകൂടത്തെ ഡിവൈൻ ലോ പാപം ചെയ്ത മനുഷ്യനോട് നിത്യമായ ശിക്ഷാവധി വിശ്വാസിയായാലും അവിശ്വാസിയായാലും നിരന്തരമായിട്ട് അവൻ്റെ മേൽ കുറ്റാരോപണം നടത്തുമ്പോൾ, ഈ കൃപാസനം ക്രിസ്തു തൻ്റെ പകരക്കാരനായിട്ടുള്ള പ്രായശ്ചിത്വത്തിൽ കൂടെ
ഈ ശിക്ഷയ്ക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്തി, ഈ ദൈവനീതിക്ക് സാറ്റിസ്ഫാക്ഷൻ വരുത്തിക്കൊണ്ട് അതിനെ മറച്ചു. അപ്പോൾ ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ നാം കൊരിന്ത്യർ ലേഖനത്തിൽ വായിച്ചതുപോലെ എല്ലാവരും സമുദ്രത്തിലും മേഘത്തിന് കീഴും സമുദ്രത്തിലൂടെയും സ്നാനമേറ്റ് മോശയോട് ചേർന്നു. ദേ themselves submitted to Moses and the divine law. അതേപോലെ പുതിയ നിയമത്തെ വിശ്വാസികൾ തൻ സ്നാനത്തിൽ കൂടെ പറയുന്നത്, ഒരു പക്ഷേ നിങ്ങൾ സ്നാനപ്പെട്ടവർ ഇതൊന്നും അറിഞ്ഞിട്ടായിരിക്കില്ല സ്നാനപ്പെട്ടത്, എന്നാൽ നിങ്ങൾ സ്നാനത്തിൽ കൂടെ ചെയ്തത് എന്താണ്? ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനപ്പെടുക എന്ന് പറഞ്ഞ എന്തർത്ഥം? യു സബ്മിറ്റ് ടു ഹിസ് പേഴ്സൺ. ഇറ്റ്സ് നോട്ട് എ മിത്ത്, ഇറ്റ്സ് നോട്ട് എ സ്റ്റോറി, ഇറ്റ്സ് നോട്ട് എ ഹിസ്റ്ററി, ഇറ്റ്സ് എ ലിവിങ് പേഴ്സൺ. ഞാൻ പേഴ്സൺ എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ നമുക്ക് മലയാളത്തിൽ വേറെ വാക്കില്ല, അല്ലെങ്കിൽ ബി എന്ന് പറയാം, മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറഞ്ഞോളൂ. അപ്പോൾ ഇതിനെ നമുക്ക് നമ്മളെ തന്നെയും ഇത് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഡ്യൂട്ടിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. ഇന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ചുള്ള, ഞാനിപ്പോൾ ഒരു അരമണിക്കൂറിന് മുമ്പ് ഒരു വ്യക്തിയോട് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോ ഒരു വ്യാജമായിട്ടൊരു ഉപദേശം പറഞ്ഞപ്പോൾ ഇത് ശരിയാണെന്നോട് ചോദിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് ചെയ്യുന്ന പ്രവൃത്തി എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14, 15, 16 അധ്യായങ്ങൾ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്നിട്ട് നമ്മുടെ ബലഹീനത, നമുക്ക് നമ്മെ തന്നെയും പരിശുദ്ധാത്മാവിന് നമുക്ക് നമ്മെ തന്നെയും അതിൻ്റെ റെമഡി ആയിരിക്കുന്ന ക്രിസ്തുവിനെ നമ്മുടെ സോളിലേക്ക് വെളിപ്പെടുത്തുക എന്ന ഡ്യൂട്ടിയാണ് പരിശുദ്ധാത്മാവിനുള്ളത്. ഹല്ലേലൂയ. ഇത് നമുക്ക് യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, 16-ാം വാക്യം, 15-ാം അധ്യായത്തിൻ്റെ 26-ാം വാക്യം, 16-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യം, ഇതെല്ലാം വായിച്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. വളരെ വ്യക്തമായിട്ട് ഇത് അനുഭവിക്കണമെങ്കിൽ ഇത് നിങ്ങൾ പഠിച്ചുകൊണ്ട് അതിൻ്റെ ഒരു തിയറി, നമുക്ക് തിയറികൾ വേണമെങ്കിൽ നല്ല പെർഫെക്റ്റ് തിയറികൾ, ദൈവവചനത്തിൽ 2-3 തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ പുതിയ നിയമത്തിൽ നിന്നും പഴയ നിയമത്തിൽ നിന്നും അടിസ്ഥാന ഉപദേശങ്ങൾ സ്ഥാപിക്കാൻ ആവശ്യമായിരിക്കുന്ന തെളിവുകൾ വെച്ചുകൊണ്ട് തന്നെ നല്ല പെർഫെക്റ്റ് ആയിരിക്കുന്ന തിയറി സ്ഥാപിക്കാം. പെർഫെക്റ്റ് തന്നെയാണ്. പക്ഷേ അത് വിശ്വാസമായി നമ്മൾ പേഴ്സണൽ എക്സ്പീരിയൻസിൽ വരാത്തിടത്തോളം അതിന് യാതൊരു ശക്തിയുമില്ല. അത് പരീക്ഷ സമയത്ത് നമുക്ക് രക്ഷ പ്രാപിക്കുകയില്ല. പരീക്ഷ സമയത്ത് നമ്മെ രക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവല്ല, നമ്മെ രക്ഷിക്കുന്നത് ക്രൈസ്റ്റ് ജീസസ്, ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു. എങ്ങനെ രക്ഷിക്കുന്നത്? അവൻ്റെ പുനരുത്ഥാന ശക്തിയെ നമ്മിൽ വെളിപ്പെടുത്തി. അവൻ്റെ പുനരുത്ഥാന ശക്തിയുടെ മുമ്പിൽ നിൽപ്പാൻ ഒരു ശക്തിയുമില്ല. സേറ്റൻ എത്രമാത്രം അക്യൂസേഷൻ കൊണ്ടുവന്നാലും, ദുഷ്പ്രവർത്തിക്കാർ എന്തെല്ലാം നമ്മുടെ മേൽ കൊണ്ടുവന്നു, ഇതെല്ലാം ഞാൻ അനുഭവിക്കുന്ന വർഷങ്ങൾ അത്ര തീയുടെ അനുഭവത്തിൽ കൂടെ കടന്നുപോയി, ദുഷ്ടശക്തികളുമായിട്ട് പോരാടി പല പ്രാവശ്യം വളരെ ഡസ്പായി തീർന്നുമ്പോൾ സമയത്താണ് കർത്താവിൻ്റെ ആ പുനരുത്ഥാന ശക്തി സോളി വെളിപ്പെടുന്നത് കിട്ടുന്നത്. ചിലപ്പം ദിവസങ്ങളെടുക്കും, ആഴ്ചകളെടുക്കും, വളരെ ഞെരുങ്ങിക്കൊണ്ട് കർത്താവ് ഇതെന്താണ്, എങ്ങനെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഡീപ്പ് നെസസിറ്റി, ഉയർത്തെഴുന്നേറ്റവനെ ക്രിസ്തുവിൻ്റെ പുനരുത്ഥാന ശക്തി, ആ ഡീപ്പ് നെസസിറ്റി നമ്മൾ വെളിപ്പെടുത്തും. അതാണ് പോൾ പറഞ്ഞ ക്രിസ്തുവിനെ നേടേണ്ടതിനും എങ്ങനെയാ അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മ അനുഭവിക്കണം. ഇതാണ് യഥാർത്ഥ ക്രിസ്തീയ മാർഗം. പിന്നെ പറഞ്ഞു വന്നത് ക്രൈസ്റ്റ് ഈസ് അവർ ജസ്റ്റിഫിക്കേഷൻ. ക്രൈസ്റ്റ് ഇൻ പേഴ്സൺ ലിവിങ് ഇൻ അസ്. ഹല്ലേലൂയ. അതാ പറഞ്ഞ് ക്രിസ്തു. നമ്മൾ റോമാലേഖനം അത് മാത്രം ഒന്ന് വായിക്കാം. 8-ാം അധ്യായത്തിൻ്റെ 9-10 വാക്യങ്ങൾ. റോമൻസ് നിങ്ങളോ ക്രിസ്തുവിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എന്ന് വരികിൽ ജഡസ്വഭാവമുള്ളവരല്ല ആത്മ സ്വഭാവമുള്ളവരത്തെ. ക്രിസ്തുവിൻ്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവനല്ല. ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഇത് പറഞ്ഞാൽ ക്രിസ്തുവിൻ്റെ ആത്മാവ് നമ്മളിൽ വസിച്ചുകൊണ്ട് നമ്മളെ സാങ്ക്ടിഫൈ ചെയ്ത്. ക്രൈസ്റ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താ, അല്ലെങ്കിൽ ആ ഓഫീസ് എന്താണ്? ഈ ആദാമിൻ്റെ വീണുപോയ തലമുറയിൽ നിന്നും ഒരു കൂട്ടം ജനത്തെ താൻ വിശുദ്ധനായിരിക്കുന്നത് പോലെ വിശുദ്ധനാക്കി തീർത്ത്
ദൈവത്തിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യുക. അതിൻ്റെ ഒരു പാർട്ടാണ് അറ്റോൺമെൻറ്റ്, ഒരേ ഒരു പാർട്ട് മാത്രം. സെക്കൻഡ് പാർട്ട് നാമും ക്രിസ്തുവും തമ്മിലുള്ള റിലേഷനിൽപ്പെട്ടതാണ്. റിപ്പൻറ്റൻസ്, ഫെയ്ത്ത് ഇൻ ജീസസ് ക്രൈസ്റ്റ്, സാങ്ക്ടിഫിക്കേഷൻ, പെർസീവറൻസ്. ഫൈനലി God has to say, this particular fellow who believe in Jesus Christ is just to stand with me. ഈ പ്രത്യേക വ്യക്തി, ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവൻ, ക്രിസ്തുവിനാൽ മറയപ്പെട്ടിരിക്കുന്നവൻ എൻ്റെ മുമ്പിൽ നിൽപ്പാൻ യോഗ്യനാണ്. ഈ ഈസ് ജസ്റ്റ്. ഈ ഒരു അവസ്ഥയിലേക്ക് വരുമ്പോൾ നമുക്ക് പറയാം രക്ഷിക്കപ്പെട്ടു. അല്ലാത്തോടത്തോളം രക്ഷിക്കപ്പെട്ടെന്ന് പറയാൻ സാധ്യമല്ല. ഇന്നൊക്കെ പഴഞ്ചൊല്ലുകൾ വെറും വഞ്ചനയാണ്. ക്രിസ്തുവിലെ വിശ്വാസം മാത്രം രക്ഷിക്കുമെന്ന് പറയുന്നത് വഞ്ചനയാണ്. അതുകൊണ്ട് ശബ്ദം കേൾക്കുന്ന ദൈവമക്കളോട് വളരെ താഴ്മയോടെ അപേക്ഷിക്കുകയാണ്, വളരെ പ്രാർത്ഥനയോടുകൂടെ. സമയം നഷ്ടപ്പെട്ടിട്ടില്ല, ഇനിയും നിങ്ങൾക്ക് സമയമുണ്ട്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ കരങ്ങളിൽ എടുത്തുകൊണ്ട് നിങ്ങളുടെ ബലഹീനതകൾ നിങ്ങൾക്ക് വെളിപ്പെടുത്തുമ്പോൾ അവൻ നീക്കുപോക്ക് പ്രോമിസാണ്. ലോകത്തിലേക്കോ മറ്റാശ്രയങ്ങളിലേക്കല്ല പോകേണ്ടത്. ക്രിസ്തു നിങ്ങളിൽ വെളിപ്പെട്ട് കിട്ടുവോളം കാത്തിരിക്കുക. അതാണ് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ തന്നെ കയറ്റി. ഈ കുഴഞ്ഞ ചേറൊക്കെ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് അനുഭവിച്ചറിയാം. ഞാൻ എത്രയോ പ്രാവശ്യം അനുഭവിച്ചിരിക്കുന്നു കുഴഞ്ഞ ചേറിൻ്റെ അവസ്ഥ. കുഴഞ്ഞ ചേറെന്ന് പറഞ്ഞാൽ എന്താ? കാല് ചവിട്ടാൻ നോക്കുന്നു, താഴ്ന്നു പോയിക്കൊണ്ടേയിരിക്കുകയുള്ളൂ. അയ്യം വിളിക്കേണ്ടി വരും. ലോർഡ് സേവ് മീ, ലോർഡ് സേവ് മീ എന്ന് പറഞ്ഞ് അയ്യം വിളിക്കേണ്ടി വരും. നിങ്ങൾ പറയുന്നത് ഇതുവരെ കേൾക്കാത്തൊരു സുവിശേഷമാണ്. ദിസ് ഈസ് ദ ട്രൂത്ത്, ദിസ് ഈസ് ദ ട്രൂത്ത്, ദിസ് ദ ട്രൂ വേ. ഇതൊക്കെ പറഞ്ഞിരിക്കുന്നത് ഞാൻ തന്നെ വഴി. ഐ മൈസെൽഫ് ഈസ് ദ വേ. ദൈവകർത്താവ് വചനങ്ങൾ നിങ്ങളേവരെയും ശക്തീകരിക്കട്ടെ, അവൻ്റെ വരവിനായി ഒരുക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ ഈ എപ്പിസോഡ് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ തിരുമായ ദൈവമേ, സ്വർഗീയ പിതാവേ, തിരുനാമത്തെ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു. കർത്താവെ, അല്പം കട്ടിയായിട്ടുള്ള വിഷയങ്ങളാണെങ്കിൽ തന്നെയും ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഗ്രഹിപ്പാൻ തക്കവണ്ണം നീ അവിടെ ആത്മിക ചെവികളെ തുറക്കുമാറാകണമേ, അവിടെ ഹൃദയത്തെ പ്രകാശിപ്പിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവപ്രതിമയായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ സൂക്ഷ്യത്തിൻ്റെ പ്രകാശം ശോഭിക്കാതിരിക്കത്തക്കവണ്ണം അവിശ്വാസം വിട്ട് വ്യാപരിക്കുന്ന സകല ശത്രുക്കളിൽ നിന്നും കർത്താവെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും സ്വതന്ത്രരാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ ദൈവമേ, അവർക്ക് നീക്കുപോക്കുണ്ടല്ലോ. പരിശോധനയിൽ കൂടെ വഴി കടന്നു പോകുമ്പോൾ അവരുടെ ബലഹീനത വെളിപ്പെടുത്തുമ്പോൾ ക്രിസ്തുവിനെ വേണ്ടി ദാഹം അവരുടെ വരെ കർത്താവ് അവിടെ ആകട്ടെ. നിരാശപ്പെട്ടു പോകാതെ, കെട്ടുപോകാതെ മൗസിലേക്ക് പോയി സഹോദരന്മാരോടെ കർത്താവ് ചേർന്ന് നടന്ന് നീ അവർക്ക് നിന്നെക്കുറിച്ച് വെളിപ്പെടുത്തത് കൊടുത്ത പോലെ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരുടെ സോളിലോ നിന്റെ പരിധാന ശക്തി വെളിപ്പെടുത്തുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ സ്നേഹത്തിനായി സ്തോത്രം, പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ